മഹാസംഗമമാണ്. മഴ പെയ്യുന്ന ഈ പുലർകാലെ ഇത്രയും ആളുകളെ ഈ കൃത്യസമയത്ത് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചത് മഹലിന്റെ ഏറ്റവും വലിയ ഇടപെടലും സ്നേഹവുമാണ്. ഏറെ സ്നേഹം സാദിഖലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യവും ആലങ്കോട് ലീലാകൃഷ്ണനാഥ സാഹിത്യകാരന്റെ സംഭാഷണവും, അതേപോലെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും പ്രഭാഷകരുമായ അൻസാർ ഹുദവിയുടെ മനോഹരമായ പ്രഭാഷണങ്ങൾ കഴിഞ്ഞ വേദിയും, അതേപോലെ പ്രിയപ്പെട്ട മഹലിന്റെ സാരഥി അമരക്കാരൻ പ്രിയപ്പെട്ട ഹംസ ഹാജി സാഹിബ് അവർ, അതേപോലെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും കഴീക്കോട് സ്കൂളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയായ നാസർ മാഷ് അടങ്ങുന്ന വേദിയും സദസ്സും ധന്യമാക്കുന്ന മറ്റ് ഒട്ടനവധി സുമനസ്സുകളെ ഏവർക്കും ഫിലിപ്പമ്പാടിന്റെ നന്ദി, സ്നേഹം. അതേപോലെ എൻ്റെ കൂടെ എൻ്റെ പ്രിയ സുഹൃത്ത് മഹേഷ് ചിത്രങ്ങളുണ്ട്. 17 വർഷമായി ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തന്റെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ചിത്രലോകത്ത് ചിത്രം വരച്ച് ജനമനസ്സുകളിൽ ഇടം നേടി ഒടുവിൽ ഗിന്നസ് ബുക്കിൽ പോലും എൻ്റെ കൂടെ യാത്ര ചെയ്ത, ഏകദേശം 17 രാജ്യങ്ങളിലൂടെ എൻ്റെ കൂടെയും യാത്ര ചെയ്ത ACB ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥർ കൂടിയായ മഹേഷ്. ഞാനിപ്പോൾ നേരെ ഇന്നലെ യുഎയിൽ ഒരു 3 പ്രോഗ്രാം ഒരാഴ്ചയായിട്ട് യുഎയിലായിരുന്നു. ഞാൻ നേരെ ഇന്ന് രാത്രി 2 മണിക്ക് അവിടെ ഫ്ലൈറ്റ് കയറി 8 മണിക്കാണ് എയർപോർട്ടിൽ എത്തുന്നത്, രാവിലെ പുലർച്ചെ. അപ്പോൾ മഹേഷാണ് എന്നെ കൊണ്ടുവരാൻ വന്നത്. നേരെ സുഹൃത്തിന്റെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേച്ച് നേരെ ചരിത്രമുറങ്ങുന്ന കോട്ടക്കലിലേക്ക് ഇവിടെ എത്തി. കാരണം ഇവിടെ വന്നപ്പോഴാണ് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. മഴയൊക്കെ അല്ലെങ്കിൽ ആളുകൾ ഉണ്ടാവില്ല. പ്രിയപ്പെട്ട ഉദവി പറഞ്ഞതുപോലെ, സൗദി പറഞ്ഞതുപോലെ വലിയ ആളുകൾ ഉണ്ടാവില്ല എന്ന് കരുതി. പക്ഷെ ഇവിടെ വന്നപ്പം മനസ്സിലായി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തന പാഠവും മികവും ഒക്കെ പുലർത്തുന്ന ഏറെ പ്രശസ്തിയുള്ളൊരു മഹലാണ് എടരിക്കോട് മഹല്. ആ സംഗമം ഒരു സംഗമം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദി അഭിസംബോധന ചെയ്യുന്നത്. കാരണം മാറിയൊരു ലോകത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. നമുക്കെല്ലാം അറിവും പരിജ്ഞാനവും കഴിവും എല്ലാം നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ കഴിവും അറിവും പരിജ്ഞാനത്തിനപ്പുറത്ത് ചില ദുരന്തങ്ങൾ നമ്മളെ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മളെ പിടികൂടാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ മഹല് സംഘത്തിൽ വന്നവർ മുഴുവനും സന്തോഷവും സമാധാനവും ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടാണോ സന്തോഷത്തോടെ വന്നിരിക്കണം. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഭർത്താവിനെ മൂലം സങ്കടം അനുഭവിക്കുന്ന സ്ത്രീ പക്ഷക്കാരുണ്ടാവാം. ഒരുപക്ഷെ ഭർത്താവ് ഭാര്യയിൽ നിൽക്കുന്ന മാനസിക വേദനകൾ ഉണ്ടാവാം. ഒരുപക്ഷെ അയൽവാസിയിൽ നിൽക്കുന്ന ദുരന്തങ്ങൾ, സ്വന്തം ബന്ധം, ഉറ്റവർ, ഉടയവർ, മാതാപിതാക്കൾ, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പലരും നമുക്ക് ഇടപഴകുന്ന ചില ന്യൂനതകളെല്ലാം മനസ്സിലാക്കി വല്ലാത്ത സങ്കടങ്ങളായി ജീവിതം മുൻപോട്ട് പോകണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർ ഒരുപക്ഷെ ഈ കൂട്ടത്തിലുണ്ടാകും. ഞാനും നിങ്ങളെ പോലെയാണ് പലപ്പോഴും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ഞാനാന്നാ പറയുന്നത്, ഫിലിപ്പമ്പാണ്. പക്ഷെ എൻ്റെ സങ്കടങ്ങളെ ഒരുപക്ഷെ ഞാൻ കൂടെ കൂട്ടാറില്ല. സങ്കടങ്ങൾ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ വന്നു പോകുന്ന ചില ദുരന്തങ്ങളാണ്. അതിനെ അങ്ങനെയായി കണ്ട് അല്ലാത്ത സമയങ്ങൾ മുഴുവനും മുൻപോട്ട് നടക്കണം, നയിക്കണം. നമ്മളിൽ നിന്ന് മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് സന്തോഷിപ്പിക്കാനാവും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എങ്ങനെ മറ്റുള്ളവരെ കൈപിടിക്കാനാവും. അപ്പൊ ഞാനും മഹേഷും ഒരുപാട് വേദികൾ പങ്കെടുക്കുമ്പോൾ മഹേഷ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മഹേഷ് സാധാരണ സംസാരിക്കാറ്, മഹേഷ് വരാം. പക്ഷെ മഹേഷ് സംസാരിക്കുന്ന ചുരുങ്ങിയ 2 വാക്കുകൾ, ആ വാക്ക് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനും മഹേഷും കൂടെ കൂടുമ്പോഴാണ് ലഹരി എന്ന് പറയുന്ന ഒരു സെമിനാറിന് ഏറ്റവും കൂടുതൽ ഒരു ഫ്രെയിം ഉണ്ടാവും. പലപ്പോഴും മഹേഷ് തൊട്ടടുത്ത് വരയ്ക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തെ ഞാൻ നോക്കുമ്പോഴായിരിക്കും, ആ ചിത്രമായിരിക്കും ആ ദേശത്തോട് സംസാരിക്കുന്ന ചില സൂചനകളെയാണ് മഹേഷ് തന്റെ ബ്രഷിൽ ഉപയോഗിക്കുക. മഹേഷിന്റെ മകനുണ്ട്, ഇടത്ത് കൈ വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടിയാണ് മഹേഷിന്റെ മകൻ. മഹേഷ് ഏകദേശം ഒരുപാട് വേദികൾ, കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ ലോഗോ വരച്ചിരിക്കുന്ന മഹേഷിന്റെ ചിത്രം ലോഗോയാണ്. നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി KSEBിയുടെ സുരക്ഷാ ലോഗോ വരച്ചിരിക്കുന്നത് മഹേഷിന്റെ വരയാണ്. മഹേഷ് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അച്ഛൻ മദ്യപിച്ച് വന്നിട്ട് വീടിന്റെ പുറത്ത് അച്ഛനിങ്ങനെ അർദ്ധനഗ്നായി കിടക്കുന്ന സമയത്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മഹേഷ് എന്ന് പറയുന്ന ഒരു കൊച്ചു ബാലൻ അടുക്കളയിൽ പോയി കരിക്കട്ട എടുത്ത് ആ വീടിന്റെ പുറത്ത് കുഞ്ഞു ചുവരുകളിൽ ഇങ്ങനെ അച്ഛൻ കിടക്കുന്ന ചില രംഗങ്ങൾ ഇങ്ങനെ കുത്തി വരയ്ക്കും. എന്നിട്ട് ഇലകളൊക്കെ പറിച്ചു അതിന് ചായ കൊടുത്ത് മനോഹരമായ ചിത്രങ്ങളാക്കി രാവിലെ അച്ഛനോട് പറയും, അച്ഛ ഇന്നലെ ഇങ്ങനെയായിരുന്നു അച്ഛൻ കിടന്നുറങ്ങിയത്, ഇങ്ങനെയൊക്കെ അച്ഛൻ ഇന്നലെ വീടിന് മുറ്റത്ത് കിടന്നെന്ന് പറഞ്ഞ് പടിയൻ ശങ്കരൻ എന്ന് പറയുന്ന തന്റെ പിതാവിനോട് വേദനയോടുകൂടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു ബാലൻ ചിത്രത്തിലൂടെ അച്ഛനെ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തി
അങ്ങനെ മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ കിഴക്കേ പടിഞ്ഞാറേ ചാത്തൂർ എന്ന് പറയുന്ന ഒരു കുടിയേറ്റ കർഷക ഗ്രാമത്തിനകത്ത് പടിയൻ ശങ്കരൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യൻ ജീവിതത്തിൽ കൂടെ കൂട്ടിയ ഏറ്റവും വലിയ അപരാധം എന്ന് പറയപ്പെടുന്ന ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെ തന്റെ മകന്റെ ചിത്രത്തിന് മുമ്പിൽ, ചിത്രവരയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം അദ്ദേഹം അടിയറ പറഞ്ഞു. അങ്ങനെ എന്നേക്കുമായി അച്ഛന്റെ മദ്യപാനം നിർത്താൻ ഒരു 6ാം ക്ലാസ്സുകാരന് സാധിച്ചതിന് ഇടപെട്ട ഗ്രാമപഞ്ചായത്ത് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ മകേഷ് കൊടുത്ത ആദ്യത്തെ പുരസ്കാരമാണ്. മകേഷ് ഇന്ന് 2000-ഓളം വേദികളിൽ പുരസ്കാരങ്ങൾ വാങ്ങി ഒരുപാട് ചിത്ര ക്യാമ്പുകളും കുട്ടികളൊക്കെ പരിവർത്തനം ചെയ്യുന്ന ഒരു വലിയ കലാകാരനായി. അങ്ങനെയാണ് ഇന്ന് സാന്ദർഭ്യമായിട്ട് മകേഷ് കൂടെ വന്നപ്പോൾ ഞാനും മകേഷിനെ കൂടെ കൂട്ടുകായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിസാർ സാറോട് പറഞ്ഞു മകേഷും കൂടെ വേദിയിലോട്ട് വിളിക്കണം എന്ന് പറഞ്ഞു. ചിത്രം വരയ്ക്കാനൊന്നും അല്ല, പക്ഷെ വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മകേഷ് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ ഉള്ളവനും മകേഷും ഉണ്ടാവട്ടെ എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. ഒരു നീണ്ട പ്രഭാഷണമൊന്നുമില്ല, കാരണം ഇവിടെ ഇരിക്കുന്ന മഹിള എല്ലാവരും നല്ല ബോധ്യമുള്ള ആളുകളൊക്കെയാണ്. നിങ്ങളെല്ലാം നല്ല ദീനസ്വഭാവവും സംസ്കാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഉള്ളവരൊക്കെ തന്നെ എനിക്കറിയാം. പക്ഷേ ഞാൻ സംസാരിക്കേണ്ട വിഷയം ഒരുപക്ഷെ ഈ എടരിക്കോട് മഹിളാ സംഗമത്തിൽ ഈ ഓഡിറ്റോറിയത്തിലല്ല ഞാൻ സംസാരിക്കേണ്ട വിഷയം അവതരിപ്പിക്കേണ്ടത്. ഈ സമയങ്ങളിൽ പോലും ഉത്തരവാദിത്തമില്ലാതെ ഒരുപക്ഷെ ബാറിന്റെ മുമ്പിലും ബാറിനകത്തും കെട്ടിടത്തിനകത്തും ഈ മഴ സമയത്ത് കൊഴിഞ്ഞ കെട്ടിടത്തിലൊക്കെ രാവിലെ തന്നെ സുബോധമില്ലാതെ വല്ല അച്ചാറൊക്കെ തൊട്ട് നക്കി കോഴിക്കാലൊക്കെ കടിക്കുന്ന ആളുകൾക്കിടയിൽ പോയിട്ടാണ് ഫിലിമമ്മൺ എന്ന് പറയുന്ന ഞാൻ ഈ പ്രഭാഷണമൊക്കെ നടത്തേണ്ടത്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണമല്ലോ. ഇവിടെ നമുക്ക് ബോധമല്ല വേണ്ടത്, ബോധമുള്ളവരുടെ ഇരിക്കുന്നത്. പക്ഷേ ഈ ബോധമുള്ളവരുടെ ഇടയിൽ ചില ബോധ്യപ്പെടുത്തൽ ആവശ്യമാണ്. ആ ബോധ്യപ്പെടുത്തലാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം നമുക്കൊക്കെ, ഞാൻ വീണ്ടും പറയാം, നമുക്കൊക്കെ കഴിവും പ്രാപ്തിയും നമുക്ക് എല്ലാവിധ ചുറ്റുപാടുകളെല്ലാം നമുക്ക് എങ്ങനെ മുൻപോട്ട് നയിക്കണമെന്നുള്ള ബോധ്യമുള്ളവരെന്നുള്ള പക്ഷെ പലപ്പോഴും ഈ ബോധവും ബുദ്ധിയും ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മുടെ മക്കൾ വഴിമാറി സഞ്ചരിക്കും. തൃശ്ശൂർ നഗരത്തിൽ നമ്മൾ കണ്ടു 2023 തൃശ്ശൂർ നഗരത്തിൽ 16 മെഡിക്കൽ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരിക്കും എന്തിനാ അറസ്റ്റ് ചെയ്തതിനാ? ആ 16 പേരും SLC എക്സാമിനകത്ത് A+ വാങ്ങി, 16 പേരും +2-ൽ 1900 മാർക്ക് വാങ്ങി, നീറ്റ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചുകൊണ്ട് MBBS എന്ന സ്വപ്നം കണ്ടുകൊണ്ട് വൈദ്യശാസ്ത്ര മേഖലകളിലേക്ക് കടന്നു വന്ന 16 പേരിൽ 6 പേർ എൻറോൾമെന്റ് കഴിഞ്ഞ കുട്ടികളാണ്. ആ 16 പേരെയാണ് 2023 ഒക്ടോബർ മാസം 31-ാം തീയതി തൃശ്ശൂർ നഗരത്തിൽ പോലീസ് പിടികൂടി. രാത്രിയിൽ ഒരു ഒഴിഞ്ഞ ലോഡ്ജ് മുറിക്കകത്ത് 16 പേർ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് ചാലക്കുടിക്കാരന്റെ കയ്യിൽ നിന്ന് 200 ഗ്രാം MDMA കൊടുത്തതിന്റെ 15 ഗ്രാം MDMA വാങ്ങിയിരിക്കുന്നത് ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അങ്ങനെ വിദ്യാർത്ഥിയെ തേടി പോലീസ് എത്തിയത് പാറമക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള ഈ ലോഡ്ജിലാണ്. വന്നപ്പം ഈ 16 പേര് ഡാൻസ് കളിക്കുന്നുണ്ട്, ചില 2 പേര് ഉറങ്ങുന്നുണ്ട്, 2 പേര് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് വന്നവരോട് ചോദിച്ചു, ദേഹമൊക്കെ പരിശോധിച്ച സാധനം കിട്ടിയിടുന്ന മുറിക്കകത്ത് ആ കട്ടിലിനടിയിൽ വെച്ച് 11 ഗ്രാം MDMA കിട്ടി. ശേഷം 60 ഗ്രാം കഞ്ചാവും അലമാരയിൽ കിട്ടി. 16 പേരോട് ചോദിച്ചു, ആരാണ് അതിന് ഉത്തരവാദി? ആര് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കും? ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? നോ ആൻസർ. 16 പേരും പറഞ്ഞു എനിക്കറിയില്ല. ആ 16 പേരും ചങ്കുകളായിരുന്നു. ആ 16 പേരും കട്ട ബ്രോ എന്നൊക്കെ പറയില്ലേ, അവരായിരുന്നു 16 പേര്. അങ്ങനെ 16 പേരും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. ഒടുവിൽ തൃശ്ശൂർ സിറ്റി പോലീസിന്റെ FIR-നകത്ത് 16 പേരുകൾ എഴുതി ചേർക്കേണ്ടി വന്നു. ആ 16 പേരുകൾ പ്രതിയായി. ആ 16 പേരും 1.5 വർഷം അവര് മലമ്പുഴ ജയിലിൽ കിടന്നു. ആരാ കിടന്നതാരാ? 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ വാങ്ങിയവർ, +2-ൽ 1900 മാർക്ക്, നീറ്റ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് 16 കുടുംബ അന്തരീക്ഷങ്ങളിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വെച്ച് പുലർത്തിയ 16 കുടുംബങ്ങളിൽ നിന്ന് വന്ന നക്ഷത്രങ്ങൾ ഇരുളടഞ്ഞു പോയി. അറിവില്ലാത്തതുകൊണ്ടാണോ? 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്നാൽ അത് H2O വാട്ടർ, വെള്ളമാണെന്ന് അറിയുന്ന ആ 16 മക്കൾ. പക്ഷേ അവർക്ക് അറിവുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. നമ്മുടെ മക്കൾക്കൊക്കെ അറിവുണ്ട്. അവരൊക്കെ ഏറ്റവും വലിയ സൂപ്പർസോണിക്കും മെട്രോസും ഹൈബോട്സിനൊക്കെ ഏറ്റവും അഭിവാജ്യമായ ഗെയിമുകൾ കളിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള 5ാം ക്ലാസ്സുകാരനും 6ാം ക്ലാസ്സുകാരനും 7ാം ക്ലാസ്സുകാരനും ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട്. ഭാഷ അറിഞ്ഞുകൊണ്ട് അതിനെ കളിച്ച് അതിന്റെ ഓരോ സ്റ്റെപ്പും 1 സ്റ്റെപ്പിലേക്ക് നിന്ന് അതിന്റെ 8 സ്റ്റെപ്പിലേക്കൊക്കെ കടന്നു പോകാൻ കഴിവുള്ള മക്കൾ നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ ആ മക്കൾക്കൊക്കെ അറിവുണ്ട്, പക്ഷെ പലപ്പോഴും അവർക്ക് തിരിച്ചറിവ് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു അതിഥി വീട്ടിൽ വരുമ്പോ അവിടെ എന്റെ ഉപ്പ താഴെ പോയതാണ്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അതിഥിയെ സ്വീകരിച്ച് തിണ്ണയിലിരുത്തി ഉമ്മ ഉണ്ടാക്കി ചൂടാക്കി വെച്ച വെള്ളം അടുക്കളയിൽ പോയി എടുത്തുകൊണ്ട് വന്ന് ഗ്ലാസിനകത്ത് ആ അതിഥിക്ക് കൊടുത്ത് ഫാൻ ഇട്ടുകൊണ്ട് അടുത്തിരുന്ന അതിഥിയോട് കുശലം ചോദിക്കുന്ന മക്കൾ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു വരികയാണ്.
ആ സമയത്തിൽ എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം വരുന്ന കുഞ്ഞുങ്ങൾക്കും അതിഥിയോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ സാധിക്കാത്തത്, ബന്ധുമിത്രാദിയോട് കുശലം പറയാൻ സാധിക്കാത്തത് എന്താണ്? ഒരു കല്യാണവും ഫംഗ്ഷനൊക്കെ വരുമ്പോ നമ്മുടെ സ്വന്തം ഉറ്റവർ ഉടയവരോടൊക്കെ ഇടപഴകാനും കുശലം ചോദിക്കാനും അവരോടൊക്കെ മുഖത്ത് നോക്കി സംസാരിക്കാനും നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ബാല്യങ്ങൾ, കൗമാരങ്ങൾ ഇന്നില്ല. ഏതൊരു മഹാസമ്മേളനം വിളിച്ചു ചേർത്താലും ഒരുപക്ഷെ അതൊരു ബോധവൽക്കരണമാണെങ്കിൽ ആ സമ്മേളനങ്ങളൊന്നും ബാല്യങ്ങളെ കിട്ടും, ശൈശവങ്ങൾ നിർബന്ധമായിട്ട് കിട്ടും. ശൈശവങ്ങൾ നിങ്ങളുടെ മടിയിലുണ്ടാവും, ബാല്യങ്ങൾ നിങ്ങൾ പേടിപ്പിച്ചിട്ട് കൊണ്ടിരിക്കും. പക്ഷെ കൗമാരങ്ങൾ അവരെ ഒരുപക്ഷെ നമുക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. കൗമാരങ്ങൾ എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ അപ്പോഴും പുറത്ത് പാടത്തും പറമ്പത്തും ഏതെങ്കിലും വണ്ടിക്കകത്തും ഒക്കെ മൊബൈലിനകത്ത് ഗെയിമും കളിച്ച് അവർക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് റീൽസും കണ്ടുകൊണ്ടൊക്കെ എവിടെയൊക്കെ വഴിവെക്കിലൊക്കെ അവർ തങ്ങിയിരിക്കും. ഞാൻ പലപ്പോഴും ഇങ്ങനെ പോകുമ്പോഴൊക്കെ കാണാം, ക്രിസ്ത്യൻ പള്ളി ഞങ്ങൾ പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ കുർബാന തുടങ്ങും. ഈ കുർബാന തുടങ്ങുന്ന സമയത്ത് അതിൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും. ഒരു 70-80 വയസ്സുവരൊക്കെ നേരത്തെ തന്നെ വന്ന് മുമ്പിൽ കസേര വന്ന് ഇരിക്കും, ഒരു സൈഡിലിരിക്കും. കുറച്ചുകൂടി മിഡിലേക്ക് സെൻട്രൽ പോർഷൻ ഉണ്ടാവും. ബാക്കിലാണ് ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ ചെറുപ്പക്കാരെ കാണാറുള്ളത്. ബാക്ക് സൈഡ് അവരേറ്റവും പ്രാർത്ഥന തുടങ്ങുമ്പോഴേ വരുള്ളൂ. തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നവരെ കാത്തിരിക്കും. ചില പള്ളികളൊക്കെ വെള്ളിയാഴ്ച ദിവസമൊക്കെ പള്ളി ഈ ജുമയൊക്കെ നടക്കുമ്പോൾ പള്ളിയുടെ തൊട്ടടുത്തുള്ള കടകളിലും ബൈക്കിന്റെ പുറത്തും വണ്ടിയുടെ പുറത്തൊക്കെ നമുക്ക് ഇത്ര ആളുകളെ കാണാൻ പറ്റും. നമ്മുടെ മക്കളെ അവരെ പീക്ക് ടൈമിൽ കയറുള്ളൂ പള്ളിക്ക്. അതുവരെ അവിടെ വെയിറ്റ് ചെയ്യും. കാരണം സമയമായിട്ടുള്ള എന്ന് പറയും. കാരണം അങ്ങനെയാണ് അല്ലെ, സമയമായിട്ടുള്ള അവരുടെ ആയിട്ടില്ലേന്ന് പറയും. അപ്പം അവർക്ക് ഈ കാലഘട്ടത്തിലെ ക്ഷമയോടെയും സഹിഷ്ണുതയോടെയും അഭിമുഖീകരിക്കാൻ നമ്മുടെ ഈ ആധുനിക നവമാധ്യമ ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ മക്കൾക്ക് അവരുടെ ചില തുരതകൾ കുറഞ്ഞു പോയിട്ടുണ്ട്. അവരെ കുറ്റപ്പെടുത്തുകയല്ല. കാരണം എന്താ, അവർ ജീവിച്ച സാഹചര്യങ്ങൾ എങ്ങനെയാണ് അല്ലെ, അവർ ജീവിച്ച സാഹചര്യങ്ങൾ എങ്ങനെയാണ്, നമ്മൾ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ എങ്ങനെയാണ്. നമ്മൾ ഒരുപക്ഷെ 1-2 തുണികൾ മാത്രമുള്ള വീടുകൾ, ഒരു കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട കേടായാൽ നന്നാക്കാൻ കുടക്കാരെ നന്നാക്കുന്നവരെ തപ്പിപ്പോകും നമ്മൾ. ആ മഴക്കാലം ആകുമ്പോൾ കുടക്കാരൻ ആ ഗ്രാമങ്ങളിലും കവലകളിലും കുട നന്നാക്കാൻ ഒരാളുണ്ടാവും. അവിടെ ഇവിടെ ഒക്കെ ആ കമ്പികളൊക്കെ ദൂർക്കമ്പിയിട്ട് കെട്ടി 3-4 വർഷമൊക്കെ ഉപയോഗിച്ച കാലം കുടകൾ നമ്മൾ പപ്പം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മക്കളുടെ കുടയുടെ ഒരു കാലൊടിഞ്ഞാൽ അത് കുപ്പത്തൊട്ടിലാണ്. പേന നിലത്ത് വീണാൽ ആ പേനയുടെ ടോപ്പ് എവിടെയെന്ന് വെറുതെ നോക്കും, കിട്ടിയിട്ടില്ലെങ്കിൽ ആ പേന ഒറ്റ അല്ലെ. അപ്പോ ആവശ്യ വസ്തുക്കൾ കൂടിയിട്ടുണ്ട്, സൗകര്യങ്ങളെല്ലാം കൂടിയിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മക്കളോട് ഇടപഴകുമ്പോൾ, ഉപദേശമല്ല, അവരോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം. അവരോട് ഇടപഴകുമ്പോൾ അവരോട് ആവലാദികളും കഷ്ടപ്പാടുകളും നിങ്ങൾ നിരത്തിയാൽ, വർത്തമാനത്തിൽ നിരത്തിയാൽ നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും. അവിടെ കഷ്ടപ്പാടുകളെ കണ്ടറിഞ്ഞ് കൂടെ നിർത്താൻ സാധിച്ചാൽ വിജയിക്കും. അതിന് മനഃശാസ്ത്രവും സോഷ്യൽ മീഡിയക്കകത്ത് റീൽസുകളോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളോ ഒന്നും കേൾക്കണ്ട. കാണാനുള്ള കണ്ണുകൊണ്ട് കണ്ടാൽ മതി, ചേർത്ത് പിടിക്കാനുള്ള കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചാൽ മതി. ഇത് രണ്ടും കൊടുക്കാൻ പറ്റുന്നിടത്ത് വിജയമുണ്ടാക്കി സുനിശ്ചിതമാണ്, സംശയമൊന്നുമില്ല. എന്നോട് പലരും ചോദിക്കും, നിങ്ങൾ ഒരുപാട് 3050 വേദികൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, സെമിനാറുകളും കോൺക്ലേവുകളും കൺവെൻഷനുകളും ഒക്കെ നടത്തുന്നുണ്ട് ലഹരിക്കെതിരെ. പക്ഷെ റിസൾട്ട് ഉണ്ടോ ചോദിക്കാറുണ്ട്, റിസൾട്ട് ഉണ്ടോ? സത്യം പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല. സമൂഹം നല്ല ചോദ്യം ചോദിക്കും. മിടുക്കരായ കുട്ടികൾ എന്നോട് ചോദിച്ചത്, മാറി യൂണിവേഴ്സിറ്റിയിലെ കുട്ടിയാക്കി വെച്ച ബിരുദ വിദ്യാർത്ഥി ചോദിച്ചതാ. അതേപോലെ കസാഖിസ്ഥാനില് A+ എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ ചീഫ് ഗസ്റ്റ് ഞാൻ പോയിരുന്നു കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ്. A+ എന്ന് പറയുന്ന മെഡിക്കൽ സ്ഥാപനത്തിൽ അവിടെ കുട്ടി ചോദിച്ചിരുന്നു, മദ്യം ശരീരത്തിന് ഹാനികരമാണോ? യെസ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ രാജ്യം പട്ടാളക്കാർക്ക് മദ്യം കൊടുക്കുന്നു ഫിലിപ്പ് സാർ? അതുകൊണ്ട് ശാരീരിക അവസ്ഥയെ ദുർബലപ്പെടുത്തില്ലേ? എന്തുകൊണ്ട് കൊടുക്കുന്നു? അതിന്റെ ചോദ്യം ആ കുട്ടി ചോദിച്ചു. ഇങ്ങനെ പിന്നെ കൂടി ചോദിച്ചു, എന്തുകൊണ്ട് ഇതിനെ സമ്പൂർണ്ണമായി നിർത്തലാക്കിക്കൂടാ? ഒരു ചോദ്യമായിരുന്നു കുട്ടിയുടെ. വേറെ കുട്ടി ചോദിക്കുന്നു, സർക്കാർ സംവിധാനങ്ങളിൽ എക്സൈസ് വകുപ്പുകൾ മദ്യത്തിനെതിരെ ഇത്തരത്തിലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഡിക്റ്റേഷൻ നടത്താനുള്ള ഒരു കോഴ്സാണ് ഈ പറയുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ എക്സിക്യൂട്ടീവ് ചെയ്ത് അത് ദുരുപയോഗം ചെയ്താൽ ഈ അബ്കാരി ആക്ട് പ്രകാരം കേസെടുക്കാനുള്ള മറ്റൊരു വകുപ്പും കേരള പോലീസിന്റെ കയ്യിലുണ്ട്, കേരള പോലീസ്. പക്ഷെ പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ള, ഈ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഈ ഇൻഡിപെൻഡൻസ് ആയ ഈ കൺട്രി എന്തുകൊണ്ട് ഇത് ശാശ്വതമായി നിർത്തിക്കൂടാ? വേറെ കുട്ടി കോഴിക്കോട് പോയപ്പോൾ ദേവഗിരിയിൽ വെച്ചൊരു കുട്ടി ചോദിച്ചതാണ്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളാണ്. പക്ഷെ മറുപടികൾ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പകച്ചു പോകും അല്ലേ? പക്ഷേ മദ്യം സമ്പൂർണ്ണമായി നിർത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ഇവിടെ AK ആന്റണി എന്ന് പറയുന്ന കർമ്മധീരനായ ഒരു മുഖ്യമന്ത്രി ഭരിച്ചത് മണ്ണാണ്, കേരളത്തിന്റെ മണ്ണ്. അദ്ദേഹം കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കി. നല്ല ഉദ്ദേശമായിരുന്നു. പക്ഷെ 1 ലക്ഷത്തോളം വരുന്ന ചാരായ ഷാപ്പുകൾ അടച്ചുപൂട്ടി, ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അതൊന്നും നോക്കിയിട്ടൊന്നുമില്ല. കാരണം എന്താ, ശാശ്വതമായി
സമാധാന കുടുംബങ്ങൾ വേണമെന്ന് തീരുമാനമെടുത്തപ്പോൾ ചാരാഷപ്പുകളെല്ലാം അടച്ചുപൂട്ടി. പക്ഷെ ഉണ്ടായ ദുരന്തം വൈപ്പിൽ മദ്യദുരന്തമുണ്ടായി. 74 പേരുടെ കണ്ണുകൾ നഷ്ടപ്പെട്ട് 64 പേര് മരിച്ചുപോയി. കല്ലുവാതുക്കൽ മദ്യദുരന്തമുണ്ടായി. കാര്യം എന്താ? ഈ പറയുന്ന ക്വാളിറ്റി ഇല്ലാത്ത വ്യാജ മദ്യങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. വ്യാജമദ്യങ്ങൾ ഇപ്പൊ നോക്ക്, മദ്യം കിട്ടാത്ത ഒരു രാജ്യമൊന്നുമില്ല. ഞാനിപ്പോ വരുന്ന അറേബ്യയുടെ മണ്ണ്, എല്ലാ സ്ഥലത്തും മദ്യമുണ്ട്. അവിടെ 70% മുസ്ലിം മെജോറിറ്റിയുടെ കൺട്രിയാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന റഷ്യയിൽ നിന്ന് അടർത്ത് മാറ്റപ്പെട്ട സ്വതന്ത്ര റിപ്പബ്ലിക്കൻ കൺട്രിയാണ് കസാക്കിസ്ഥാൻ. കസാക്കിസ്ഥാനിൽ അതൊരു പെട്ടിക്കടയിലും മെഡിക്കൽ ഷോപ്പിലും അവിടുത്തെ ഈ പറഞ്ഞ പെട്രോൾ പമ്പിലും മദ്യം കിട്ടും. ലൈസൻസിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് മദ്യം വെക്കാൻ വേണ്ടി അനുമതി കൊടുക്കണം. ഞാൻ വെച്ചോളാം, മദ്യത്തിന് വേണ്ടി സ്പേസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ കസാക്കിസ്ഥാന്റെ മണ്ണിൽ. പക്ഷെ അവിടെ എവിടെയും മദ്യത്തിന് വേണ്ടി അടിയുണ്ടാക്കുന്നവരും ക്യൂ നിൽക്കുന്നവരും മദ്യം ഉപയോഗിച്ച് റോട്ടിൽ കിടക്കുന്നവരും ഒന്നും കാണാൻ പറ്റുന്നില്ല. യൂറോപ്യൻ കൺട്രികളിൽ മുഴുവനും ചില വീടുകളിലൊക്കെ മദ്യമുണ്ട്. ആ മദ്യക്കുപ്പി അങ്ങനെ ഇരിക്കും, വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കും. കാര്യം എന്താ? മദ്യം അവരെ കുടിക്കത്തില്ല. പക്ഷേ ഈ പറയുന്ന ദൈവത്തിന്റെ നാടെന്ന് വിശേഷിക്കപ്പെടുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിക്കപ്പെടുന്ന കേരളത്തിന്റെ മുക്കിന് മൂലകളിലും ബീവറേജിന് മുമ്പിൽ പോയാൽ ലക്ഷ്യബോധമില്ലാതെ കുടുംബത്തിനകത്ത് സ്നേഹം കൊടുക്കാത്ത കുറെ ആളുകളെ നമുക്ക് ആ വരിയിൽ കാണാൻ പറ്റും. അവര് ലക്ഷ്യബോധമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അവരുടെ മുഖഭാവങ്ങളും ശരീരഭാവങ്ങളും കണ്ട തകർന്നു പോകും. കാര്യം എന്താ? ഇങ്ങനെ ശാന്തരായി അതിനുവേണ്ടി ക്യൂ നിന്ന് കാത്തു നിന്ന് ഒരു കുപ്പി വാങ്ങി ആ ദിവസം തന്നെ അത് കുടിച്ചു തീർത്ത് കുടുംബത്ത് പോയി മക്കളെ പഠിപ്പിക്കാൻ പറ്റാതെ സന്തോഷിപ്പിക്കാൻ പറ്റാതെ വീടിനെ തകർത്ത് തരിപ്പണമാണ്. ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു കാര്യമാണ്. നമ്മളെ സർഫു ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറിന്റെ മുമ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 34 വർഷം സർവീസ് ചെയ്തുകൊണ്ട് അവർ VRS എടുത്തു. ടീച്ചർ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ടീച്ചറാണ് സർഫു ടീച്ചർ. ടീച്ചറിനോട് പറഞ്ഞു, ഫിലിപ്പെ നീയും മഹേഷും വന്നിട്ട് ഞാൻ പറയുന്ന ഒരു കുട്ടിയുടെ വീട്ടിലൊന്ന് പോയിട്ട് ഒന്ന് സംസാരിക്കണം. അവന് ആള് പാവമാണ്, പക്ഷെ ഇന്ന് വരെ എന്റെ ഉപ്പനെ ഞാൻ കണ്ടിട്ടില്ല. സ്കൂളിൽ PTA കമ്മിറ്റി ഇപ്പോൾ അവനെ പുറത്താക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. പക്ഷെ എന്റെ ഒറ്റ ഉത്തരവാദിത്തം ഇപ്പൊ നിർത്തിയിരിക്കുന്നത് അത് കുറച്ച് ഉത്തരവാദിത്തം കൂടുതൽ തന്നെയാണ്. കാരണം അവനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. അവനെ കണ്ട പാവം തോന്നും. ഒരു ഈർക്കിൽ പോലത്തെ പയ്യനാണ്. മുടി വെട്ടാൻ പറഞ്ഞ വെട്ടത്തൊന്നുമില്ല. അവൻ ക്ലാസ് ശ്രദ്ധിക്കില്ല, ബാക്ക് ബെഞ്ചിൽ അവൻ ഇരിക്കുള്ളൂ. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതിയിട്ട് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ മോൻ ഓടി വന്നിട്ട് ടെസ്റ്റ് എടുത്തിട്ട് ബോർഡൊക്കെ വായിക്കും. ഞാൻ എന്റെ വണ്ടി ഒരു ദിവസം കൊണ്ടുവച്ചപ്പോൾ അതിനകത്ത് ചെളി ഉണ്ടപ്പോൾ ഓടി വന്നാൽ വണ്ടിയൊക്കെ ആരും കാണാതൊക്കെ കഴുകിയൊക്കെ വെക്കും. നല്ല സ്നേഹമാണ് അവന്. സങ്കടമൊക്കെ വരുമ്പോൾ കൈയൊക്കെ പിടിച്ചിട്ടോ ഇങ്ങനെ ബലമൊക്കെ പിടിക്കും. ഇങ്ങനെ പിടുത്തുണ്ട് ഓലാണ്. പക്ഷെ ഇടയ്ക്ക് ചോറ് കട്ടുന്നതിന് കുട്ടികളുടെ ചെറിയ ചില മോശങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വരെ പഠിക്കാൻ തീരെ പറ്റാറില്ല. ക്ലാസ് ശ്രദ്ധിക്കൂല, ഇങ്ങോട്ടൊക്കെ പുറത്തോട്ട് നോക്കിയിരിക്കും. അപ്പൊ ഫിലിപ്പ് ഒന്ന് പോയിട്ടൊന്ന് സംസാരിച്ചാൽ മഹേഷ് സംസാരിച്ചാൽ ശരിയാവും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏകദേശം ടീച്ചർ 2-3 പ്രാവശ്യം അതിനെ ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ നിലമ്പൂർ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വടവത്ത് എത്തിയിട്ടുണ്ട്, ഈ ആളുടെ വീട് എവിടെയാന്ന് ചോദിച്ചാൽ, ഷെമീന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അവിടെ മൈസൂരിലേക്ക് കല്യാണം കഴിച്ച വീടെന്ന് പറയാൻ റബ്ബർക്കടയിലെ പുഴയിലേക്ക് പോണ വഴിക്കാണ് ഒരു കരിങ്കൽ കൂറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഈ പുഴവക്കിലൂടെ അങ്ങനെ പോയി കരിങ്കൽ കൂറി എടുത്തെത്തി. ഏകദേശം ഈ മൈസൂരിൽ കല്യാണം കഴിച്ച ഒരു വീടാ ചോദിച്ചത്. പെട്ടെന്ന് മനസ്സിലായി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം, വണ്ടി പോകാമെന്ന് പറഞ്ഞു. ഞാനും മഹേഷും വണ്ടിയെ വീട്ടിൽ നടന്നു പോയി. ഏകദേശം വീടിന്റെ അടുത്ത് എത്തിയപ്പോ 2 കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു തീക്കിരി കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഷമീമിന്റെ വീടാണെന്ന് ചോദിച്ചപ്പോ 2 കുട്ടികളും എഴുന്നേറ്റങ്ങോട്ട് നിന്നിട്ട് മേത്തങ്ങോട്ട് തുടച്ചു, കൈയ്യുടെ മണ്ണൊക്കെ തുടച്ചിട്ട് ഇങ്ങോട്ടാക്കി. ഇങ്ങനെ എന്നിട്ട് താഴോട്ട് നോക്കിയിട്ട് ഒരു കുട്ടി ഞാൻ ഉണ്ടാക്കിയിട്ട് ആ ഞരമ്പൊക്കെ ഇങ്ങനെ കാണാം കുഞ്ഞിന്റെ. 2 ഒരേപോലെ ഇരിക്കുന്നു. പിന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കുഞ്ഞ് ഇവർ 2 ഒരു ടിപ്സാണ്. വീണ്ടും മറ്റാള് ഇവള് വിളി നിർത്തിയപ്പോ മറ്റോള് കൈ ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് 2 പേരും മുഖത്ത് നോക്കി വിളി കേൾക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഞങ്ങളെ മുഖത്ത് നോക്കി വിരലൊക്കെ ഇങ്ങനെ ആക്കിയിരിക്കുക. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോണ്ട് താഴെ. അപ്പൊ ഇവരിങ്ങനെ കയറി വരെ ഈ കോറിന്റെ സൈഡിൽ കൂടെ നോക്ക് മുടിയെല്ലാം കൊണ്ട് വളർത്തി പടർത്തി ഒരു ഈർക്കിൽ പോലൊരു ഒരുത്തനെ മേല് ഫുള്ള് തന്നെ ഇങ്ങനെ ഈ കോട്ടർ പോലത്തെ സാധനം ചോദിച്ചപ്പോ ഇത് പൊള്ളിയ പാടാണ്. അവിടെ എല്ലാം മുറിവിന്റെ പാട്, വിരലുകളൊക്കെ ഇങ്ങനെ വളഞ്ഞ് ഒടിഞ്ഞൊക്കെ നിൽക്കുക. എന്നിട്ട് അടുത്തൊന്ന് മുണ്ട് മടക്കത്തുള്ള മുണ്ടാണ്ട് അഴിച്ചിട്ട്. അപ്പൊ എനിക്ക് തോന്നി ടീച്ചർ പറഞ്ഞ കുരുത്തം കെട്ടവനും തലതെറിച്ചു താൻ തോന്നിയൊക്കെ തന്നെയാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓന് മഹാ കുരുത്തം കെട്ട. എന്റെ 34 വർഷത്തിൽ ഇങ്ങനെ കുരുത്തം കെട്ട സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. കുരങ്ങിന്റെ സ്വഭാവം അവിടെ കണ്ട ഇവിടെ കണ്ട അവിടെ തോണ്ട മാന്ത ഒന്നും അവിടെ കേൾക്കൂല. എന്നാൽ സങ്കടം വന്ന അവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നത്. അങ്ങനെ ഇവനെയും വിളിച്ചോണ്ട് 2 കുട്ടികളെയും വിളിച്ച് ഏകദേശം 30 മീറ്റർ ഇറക്കത്തിലേക്ക് ഞങ്ങൾ ഇങ്ങനെ പോയി. ഇവന്റെ വീടിന്റെ ആ ചുമരുമ പോയിട്ട് ഒറ്റ കൈയിട്ട് വെക്കല 2 കുട്ടികളും ഇങ്ങനെ. ഇവരും വന്നു നിന്നു. ഞാൻ ചോദിച്ചു ഇതാണോ വീടും ചോദിച്ചു. ആ വീട് തന്നെ ചോദിച്ചത് വലിയ സങ്കടമായി. അതാണ് വലിയ സങ്കടം. അവൻ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ. അപ്പൊ വീടിന്റെ വാതിൽ എന്ന് പറഞ്ഞ ഒരു സാരിയാണ്, വലിയൊരു സാരി തൂക്കിയിട്ടേക്കുക മുകളിൽ. അതിലൊരു പട്ടിക ഉണ്ട്, അടിയിൽ പട്ടിക. ഈ ഉമ്മ വന്നിട്ട്
ഈ പട്ടിക എടുത്തിട്ട് ഇങ്ങനെ കറക്കിയിട്ട് ഒറ്റ വെക്കാണ് ഈ റോളോ ബ്രിക്സിന് ഇടയിലേക്ക്. എന്നിട്ട് കയറാൻ പറഞ്ഞു. അകത്തേക്ക് കയറല്ലോ. 2 സ്റ്റൂളുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ സ്റ്റൂളിൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. ആ സ്റ്റൂളിൽ ഇരുന്നപ്പോ തന്നെ മകേഷ് പറഞ്ഞ ഫാൻ ഇടാൻ പറഞ്ഞു. അപ്പൊ ഇവൻ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു കറങ്ങൂല. അപ്പൊ നോക്കുമ്പോ ഫാനിന്റെ ഇതളുകൾ ഇങ്ങനെ വളഞ്ഞിരിക്കുക. ഇങ്ങനെ ആ ഇതളുകളിലെല്ലാം ഇങ്ങനെ പരിപ്പും സാമ്പാറും ഉള്ളിത്തോലൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട് ആ ഫാനിന്റെ ഇതളുകളിൽ. വല്ലാത്തൊരു നൊമ്പരായി പോയി അത് കണ്ടപ്പോ. ഈ 2 കുട്ടികളും ഇറങ്ങി ഓടി, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. നമ്മുടെ പ്രിയപ്പെട്ട തങ്ങളും അതുപോലെ പ്രിയങ്കനായ നമ്മുടെ അലക്കോട് സാറല്ലേ, അലക്കോട് സാർ. നാസർ മാഷ് എങ്ങനെ നോക്കിയപ്പോ മകേഷ് ശരിക്കും മകേഷ് കണ്ണ് നിറഞ്ഞു. ഫാനിലേക്ക് നോക്കിയപ്പോ ഞാൻ നോക്കുമ്പോൾ മകേഷ് കണ്ണ് നിറയുണ്ട്, കണ്ണ് തുടക്കുന്നുണ്ട്. ഈ ഫാനിന്റെ ഇതളുകൾ മുഴുവനും ഇങ്ങനെ തക്കാളി ചോറ്, തക്കാളിയുടെ ഇത് തോലും അരിയൊക്കെ ഒട്ടി പിടിച്ചിരിക്കുക ഫാനിന്റെ ഈ ലീഫിൽ മൊത്തം. നോക്കുമ്പോ വീടിന്റെ ചുവരുകളിലെല്ലാം ഇങ്ങനെ ഈ ഭക്ഷണത്തിന്റെ പദാർത്ഥങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ ഉമ്മ വന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരാം, അടുക്കളയിൽ വരുമോ, ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട, കൂടെ വരാൻ പറഞ്ഞു. അപ്പൊ ഉമ്മ എന്തോ പറയും, മക്കൾ ഇറങ്ങി ഓടി. 2 കുട്ടികൾ ഓടി, ഞങ്ങൾ ഇടയിൽ കൂടെ ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 കുട്ടികൾ തിരിച്ചു വരുന്നത്. ഈ കുട്ടികൾ തിരിച്ചു വരുന്ന സങ്കടം, വലിയ സങ്കടം തോന്നി 2 കുട്ടികളെ കണ്ടപ്പോ. നോക്കുമ്പോ ഇവര് കൈവിരലൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാ വരുന്നത്. ഞങ്ങൾ ഇടയിൽ കൂടെ ഇങ്ങനെ ആക്കിയിട്ട് ഈ കസേര ഇടയിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോയി അകത്തേക്ക്. അപ്പൊ ഉമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. വീണ്ടും ഇവർ 2 പേരും വീണ്ടും ഇറങ്ങി ഇങ്ങനെ പോകുന്നുണ്ട് പുറത്തേക്ക്. പക്ഷെ ഒരു 2 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചപ്പോ പിന്നെ വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല് വലിയ സന്തോഷത്തിൽ വരും. ഒരാളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. മുന്നിൽ വരുന്ന ആ കുഞ്ഞിന്റെ മുഖത്തും മൂക്കിലൊക്കെ പഞ്ചസാര ഇരിക്കുന്നുണ്ട്. അത് ഇങ്ങനെ നക്കിയിട്ടാ വരണേ. അപ്പൊ ആദ്യം പോയി വീട്ടില് 2 ഗ്ലാസ് കട്ടൻ ചായക്കകത്തുള്ള പഞ്ചസാര കിട്ടിയിട്ടുണ്ടാവില്ല. രണ്ടാമത് വീട്ടിൽ പോയപ്പോൾ ആ പഞ്ചസാര കിട്ടിയ സന്തോഷം ഓടി വരിക. സത്യം പറഞ്ഞാൽ ഇന്നും ഞാൻ പറയാം, ഇപ്പൊ ഞാൻ കോൺറാഡ് UAE കോൺറാഡ് ഹോട്ടലിലായിരുന്നു ഇന്നലെ രാത്രി എന്റെ പ്രോഗ്രാം. ഏറ്റവും വലിയ 76 ഫ്ലോറുള്ള ഏറ്റവും 5 സ്റ്റാർ ഫിസിക്സ് ഉള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലായിരുന്നു ഇന്നലത്തെ ഒരു പ്രോഗ്രാം. അവിടെ ഫൈൻ വേ ട്രാവൽസിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അമ്മമാർക്കൊരു കൈത്താങ് പറഞ്ഞ പ്രോഗ്രാം. ഞാൻ വെറുതെ പറയുന്നല്ല, അവിടെ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു, രുചിയുള്ള ഭക്ഷണമായിരുന്നു. പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത് ആ വീട്ടിൽ നിന്ന് ആ ഷമീമിന്റെ ഉമ്മ തന്ന 2 ഗ്ലാസ് ഞങ്ങൾക്ക് തന്ന കട്ടൻ ചായയുടെ രുചി ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതൊന്നും മറക്കാൻ പറ്റാത്തൊരു കട്ടൻ ചായയുടെ രുചിയാണ്. അതിനുശേഷമൊക്കെ ഞങ്ങൾ സംസാരമൊക്കെ കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഇവനെ അടുത്ത് വിളിച്ചു. ചോദിച്ചപ്പോൾ ഇവന്റെ 2 വിരലുകളൊക്കെ ഇങ്ങനെ വളഞ്ഞായിരിക്കണേ. നോക്കുമ്പോൾ ഇവൻ ആദ്യം കല്യാണം കഴിച്ചത് ഈ സഹോദരി മൈസൂരിലേക്കാണ്. വിവാഹം ഫ്ലോപ്പായി പോയി. അതിലുണ്ടായ കുട്ടി 2 മക്കളാണ്. ഒന്ന് ചെന്നൈ, ഇവിടെ തൂത്തുക്കുടിയിൽ എവിടെയാണ് ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടിയുണ്ട്, അവനാണ് ഇവൻ. രണ്ടാമത് ഇവരെ കല്യാണം കഴിച്ച് നാടുകാണിയിലെ തേയിലത്തോട്ടത്തിലേക്ക് എസ്റ്റേറ്റിലേക്കാണ്. അതിലുണ്ടായതാണ് 2 ടിൻസ് പെൺകുട്ടികൾ. അപ്പോൾ ഈ മനുഷ്യൻ നാടുകാണി തോട്ടത്തിൽ നിന്ന് ശനിയാഴ്ച ദിവസം ജലവാശൊക്കെ വാങ്ങി കള്ളു കുടിച്ച് വീട്ടിൽ വന്നിട്ട് ഈ സാധു സ്ത്രീയെ തല്ലി ക്ഷീണിക്കുമ്പോൾ മനുഷ്യൻ കിടന്നുറങ്ങും. ഈ തല്ലുകൾ മുഴുവനും വീടിന്റെ പുറത്തു പോയിട്ട് ഈ പറയുന്ന ഷമീം എന്ന് പറയുന്ന ഗുരുത്തം കെട്ടവൻ, തലതെറിച്ചവൻ എന്ന് വിശേഷിക്കപ്പെട്ടവൻ നോക്കി കാണുക. രാത്രി മുഴുവൻ ഒരു കോഴിക്കോടുണ്ട് പുറത്ത്. ആ കോഴിക്കോട് അവിടെ ഒറ്റക്കാലിൽ നിന്നിട്ട് ഉറങ്ങും ഈ 14 വയസ്സുകാരൻ. അവന് 2 വിരല്. ഞാൻ ചോദിച്ചപ്പോ വിരലുള്ള നിങ്ങൾ ഇതകത്ത് കൊണ്ട് കാണിച്ചിട്ടില്ലേ ചോദിച്ചപ്പോ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു സാറേ, പിന്നെ അങ്ങനെ ആയിപ്പോയി. മൈസൂർ മാമൻ പുള്ള എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഈ ഇവരെ കല്യാണം കഴിച്ച ആള് ഈ പയ്യനെ ഓടിച്ചിട്ട് തല്ലുക. നോക്കണം, ഒരു ഗ്ലാസ് കട്ടൻ ചായക്കകത്തിടാന് പഞ്ചസാര ഇല്ലാത്തൊരു വീട്ടിനകത്തൊരു ടേബിൾ ഇല്ലാത്ത, സ്റ്റൂളില്ലാത്ത, കറങ്ങാൻ ഒരു ഫാൻ ഇല്ലാത്ത, സ്നേഹം കൊടുക്കാൻ ഒരു ഉപ്പയില്ലാത്ത വീട്ടിൽ നിന്നും സമാധാനവും സന്തോഷവും കിട്ടാത്ത ഗാർഹിക സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് ഒരു 14 വയസ്സുകാരൻ 7 കിലോമീറ്ററുകൾ നടന്ന് മമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി 10 C ക്ലാസിന്റെ പിന്നാമ്പറം ബെഞ്ചിൽ നിന്ന് താളം കൊട്ടുന്നവന്റെ പേരാണ് ഗുരുത്തം കെട്ടവൻ, തലതെറിച്ചവൻ, താന്തോന്നി, അധിക പ്രസംഗി, മണ്ടൻ, മടയൻ, പൊട്ടൻ. ഈ മണ്ടൻ 10ാം ക്ലാസ്സിൽ മുഴുവൻ പേർക്കും A+ കൊടുക്കുന്ന റിസൾട്ട് വന്നപ്പോ 49 പേർ ക്ലാസ്സിൽ വിജയിച്ചപ്പോ 3 പേർ പരാജയപ്പെട്ടു പോയാൽ ഒരുവൻ ഈ പറയുന്ന ഷമീം എന്ന് പറയുന്ന ഈ 14 വയസ്സുകാരനാണ്. ആര് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കും? ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? ഈ ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കും? അങ്ങനെ നമ്മൾക്കിടയിൽ പഠിക്കാൻ പറ്റാതെ, ഉറങ്ങാൻ പറ്റാതെ, സന്തോഷിക്കാൻ പറ്റാതെ, ചേർത്ത് പഠിക്കാൻ പറ്റാതെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെ വീടിന്റെ ഇടത്തും വലത്തും മുൻപിലും നമ്മുടെ ശ്രദ്ധയെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് വീടുകളൊന്നും നമുക്ക് കാണാൻ പറ്റണില്ല.
നിങ്ങളുടെ അയൽ വീടുകളൊന്നും നിങ്ങൾ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, കാണുന്നില്ല, അറിയുന്നില്ല. ഞാൻ പരിശുദ്ധ ഖുർആനിനകത്ത് എല്ലാ ഹദീസും ആയത്തിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ഏറ്റവും കൂടുതൽ പ്രവാചക സന്ദേശങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയ ഒരു വചനമുണ്ട്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ എന്റെ വിഭാഗത്തിൽ പെട്ടവനല്ല എന്ന് പ്രവാചക സന്ദേശങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ അതിന് ദ്വയാർത്ഥങ്ങളാണ്, ഒരർത്ഥമല്ല അതിനുള്ളത്. അതിന് പല അർത്ഥങ്ങളുമുണ്ട്. നിന്റെ അയൽവാസി ആ വീട്ടിനകത്ത് ലഹരി ഉപയോഗിക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ, അവിടെ സമാധാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ, അവിടെ പ്രതീക്ഷ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി തിരിയണഞ്ഞു പോയ വീടാണെങ്കിൽ ആ വീടിനെ നീ കണ്ണുകൊണ്ട് കാണണം, കൈകൾ കൊണ്ട് അവിടെ സഹായിക്കണം, അവിടെ പോകണം, മനസ്സിലാക്കണം. അവിടെയാണ് പ്രവാചക സന്ദേശങ്ങൾ പറയുന്ന നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നിടത്ത് വയറ് നിറച്ചുണ്ണുന്നവൻ എന്റെ ഗണത്തിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇത്തരത്തിൽ ഒരുപാട് അർത്ഥങ്ങളിലൂടെ പ്രവാചക സന്ദേശങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പണ്ടൊക്കെ എന്റെ അമ്മ വീട്ടിൽ സുബിതാത്തയുടെ വീട്ടിൽ നിന്ന് സാധനം വാങ്ങും, അങ്ങനെ സുഭദ്രേച്ചോട് വാങ്ങും, അരിയുണ്ടോ? അപ്പൊ അവിടുന്ന് വിളിച്ചു പറയും, മേരിയേ അരിക്ക് വേവ് കൂടുതലാട്ടോ. മുളക് പൊടി വാങ്ങും, കാപ്പിപ്പൊടി വാങ്ങും, പഞ്ചസാര വാങ്ങും, 4 തക്കാളി വാങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്നതൊന്നും ഇല്ല. ഇത് നമ്മൾ കൊടുക്കണില്ല, നമ്മളിന്ന് വാങ്ങുന്നില്ല. നമുക്ക് വലിയ മതിൽക്കെട്ടുകളായി CCTVകളൊക്കെ വന്നു. എന്നാൽ ആ വീട്ടിനകത്ത് എന്താ നടക്കണതൊന്നും നമുക്ക് അറിയാൻ പറ്റണില്ല. ആ വീട് 2-3 നിലയൊക്കെ ഉണ്ട്. നല്ല ബോൾട്ടുള്ള വീടുകളാണ്, നല്ല ഡോർ, നല്ല ബലമുള്ള വാതിലുകളാണ്. മക്കളൊരു ഫോണുമായിട്ട് അകത്തേക്ക് കയറി കഥ കുറ്റിയിട്ട പിന്നെ നമ്മൾ വീട്ടിൽ ബന്ധങ്ങളൊക്കെ നശിച്ചു. കുറച്ച് കട്ടിയോടുകൂടി വിളിക്കാൻ ഉപ്പയും വീട്ടിലില്ല. ആ മണലിൽ പണിയെടുക്കുന്ന ഒരു ഉപ്പ, അവിടെ ഉമ്മയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ സമയങ്ങൾ കുറെ കഴിയുമ്പോഴേക്കാണ് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ എന്റെ മകൻ ചില ഗെയിമുകൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട്, ചില പ്രണയങ്ങളിലേക്ക് കരാർ എഴുതപ്പെട്ടിട്ടുണ്ട്, ചില ദുരന്തങ്ങളിലേക്ക് പെട്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറയും. മക്കള് സാധാരണഗതിയിൽ, ഞാൻ ഒരു പോലീസ് ഓഫീസറായിട്ട് എനിക്ക് എസ്പെഷ്യലി കുറെ കാര്യങ്ങൾ അറിയാം. കാരണം രാത്രിയൊക്കെ സമയത്തൊക്കെ മക്കൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉമ്മമാര് പറയുന്നതാണ്, മകൻ 10-11 മണിക്ക് പുറത്തേക്ക് പോകുന്ന സാറേണ്. അപ്പൊ ഉമ്മ ഇങ്ങനെ വിളിക്കും. എന്നെ ഒരു വോയിസ് കേട്ടിട്ടുണ്ട്, ഒരു ഉമ്മ കേൾപ്പിച്ചു തന്നാ. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് അത് റെക്കോർഡ് ചെയ്ത് അയക്കാൻ പറഞ്ഞു. അപ്പൊ ചോദിക്കും, എടാ എവിടെയുള്ളത്? ഉമ്മന്ന് ഉണ്ടാക്കി കൊടുത്ത് കര ഇങ്ങനെ കുറച്ചോളി കൊടുക്കുന്നത്. ഞാൻ ചെറിയ കിള്ളക്കുട്ടി ഒന്നല്ല, ഞാൻ പോയിട്ട് വരാം, ഞങ്ങൾ എന്റെ ടീമൊക്കെ ഉണ്ട് ഇവിടെ, എന്റെ ചങ്കുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചങ്കുകളൊക്കെ ഉണ്ട്. എത്ര മണിക്കാ? 11:30 മണി രാത്രിക്ക്. പെരുന്തമണി നൈറ്റ് പെട്രോളിങ്ങിന് പോകുമ്പോ രാത്രി 2 മണിക്ക് 2-3 പേര് ഇങ്ങനെ വരിക. അപ്പൊ വണ്ടി നിർത്താൻ പറഞ്ഞ് നിർത്തി. അപ്പൊ ചോദിച്ചു, എങ്ങോട്ടാ ചോദിച്ചു. ഒന്നുമില്ല സാറേ. എടാ എങ്ങോട്ടെ? അസമയത്ത് എങ്ങോട്ടാ? അപ്പൊ ഒരുത്തൻ തിരിഞ്ഞു ചോദിക്കുക, സാർ ഏതാണ് അസമയം? എല്ലാം നല്ല സമയമല്ലേ? ഇങ്ങനെ ചോദിച്ച ചോദ്യമല്ലേ, ഒരു നല്ല ചോദ്യമല്ലല്ലോ. എല്ലാം നല്ല സമയമല്ലേ? അപ്പൊ ചോദിച്ച ചോദ്യം, ആ നീ കൊള്ളാലാള്. അപ്പൊ വീട്ടിൽ ഉമ്മയൊക്കെ അറിഞ്ഞിട്ടാണോ വന്നിരിക്കണേ? എന്തിനു സാർ? ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? ഞാൻ 18 വയസ്സായ ആളല്ലേ? എന്തിനാ ഉമ്മാനൊക്കെ ചോദിക്കും, ഉമ്മ സമാധാനം കടന്നുറങ്ങിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾ കള്ളന്മാരെ പോയി പിടിക്കുക, നിങ്ങൾ എങ്ങനെ പിടിക്കാൻ നടക്കുക? നല്ല പോരായി. അപ്പൊ ഇത് പറയുമ്പോൾ ഒരുത്ത മൊബൈൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക തൊട്ടപ്പുറത്തുണ്ട്. അത്ര കൂട്ടുകാരൻ, നീ റെക്കോർഡ് ചെയ്യണോ? അതൊന്ന് റെക്കോർഡ് ചെയ്ത സാറേ. റെക്കോർഡ് ചെയ്യുന്നത് മോശമുണ്ടോ? റെക്കോർഡ് ചെയ്യുന്നത് മോശമുണ്ടോ? അടുത്ത ചോദ്യം. അപ്പൊ ഞാൻ ചോദിച്ചു, റെക്കോർഡ് ചെയ്യുന്നത് മോശമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ഈ അസമയങ്ങളിൽ ആളുകളെ കാണുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ജീവിതോപാധികൾ എന്ന് പറഞ്ഞാൽ പ്രഭാതങ്ങളിൽ അവന് ജോലികൾ, മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ, രാത്രിയിൽ അവൻ ഉറങ്ങുക എന്നാണ്. നൈറ്റ് ഷിഫ്റ്റോ എന്തെങ്കിലും ഫാക്ടറിയിലോ ജോലിക്കോ പോയാൽ അത് തെളിവ് കാണിച്ചു തരണം. സെക്കൻഡ് ഷോ സിനിമ കൂട്ടുകാരാണെങ്കിൽ അത് ടിക്കറ്റ് കാണിച്ചു തരാൻ പറഞ്ഞു. അതൊന്നുമില്ല. പറഞ്ഞു തരുമ്പോൾ വെറുതെ ഒരുത്തൻ പുറയുന്ന ഒരുത്തന് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടു, നിലത്തിട്ടലും കൈ പിടിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പൊ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഗൾഫോൺ എന്ന് പറയുന്ന മൊബൈലിന്റെ ഷോപ്പിന് മുന്നിൽ CCTV ഉണ്ട്. നീ വലിച്ചെറിഞ്ഞ സാധനം പറഞ്ഞിട്ടുണ്ട്, ഞാനല്ല നിന്റെ പോക്കറ്റ് വലിച്ചെറിഞ്ഞത്, നീ ഇപ്പൊ തന്നെ ക്രൈമിനകത്ത് പ്രതിയായിട്ടുണ്ട്. ഇത് പറഞ്ഞ് മര്യാദക്ക് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അത് പേടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഈ ഗൾഫോണിന്റെ CCTV വന്നു. നേരെ കുനിഞ്ഞ് അതിനെടുത്തു, സാധനം പോക്കറ്റിലിട്ടു. മര്യാദക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനത് പഠിപ്പിക്കും, എന്നിട്ട് പറഞ്ഞു വിടുന്നു. പറഞ്ഞു ഇപ്പൊ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുവന്നു, ഇരുന്ന് പേരെല്ലാം എഴുതി. ഞാൻ പറഞ്ഞു, നിർബന്ധമായിട്ടും ഉമ്മയും ഉപ്പയും സ്റ്റേഷനിൽ വരണം, അല്ലാതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് എനിക്ക് പോകണം, പിന്നെ പകരം എന്റെ സന്ദേശം വേറെ വരും. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഈ പകല് ഇവരുടെ ഉമ്മയും ഉപ്പയും 9 മണിക്ക് പ്രാഥമിക ഭക്ഷണം എല്ലാം കൊടുത്തു. എന്നിട്ട് 9 മണി അവന്റെ പേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തപ്പോൾ കഞ്ചാവത്തിലുള്ള പേപ്പറൊക്കെ അതിന്റെ ഉള്ളിലുണ്ട്. മൊബൈൽ ഫോൺ വെറുതെ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് ആ മൊബൈൽ ഫോണിനകത്ത് കോൺടാക്ട് ലിസ്റ്റ്, വെറുതെ കോൾ ലിസ്റ്റ് നോക്കിയപ്പോഴാണ് ഒരു ബന്ധവും സ്വന്തത്തിന് ആരും ആ പയ്യൻ വിളിച്ചിട്ടില്ല. നമ്മുടെ മക്കൾ പലപ്പോഴും അങ്ങനെയാണ്. അവരുടെ കോൺടാക്ട് ഹിസ്റ്ററി, കോൾ ഹിസ്റ്ററി എന്ന് പരിശോധിച്ചാൽ അവൻ ആരെയൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ഉറ്റവർ, ഉടയവർ, ബന്ധുക്കളൊക്കെ നമ്മുടെ മക്കൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഓരോ മക്കളെ എടുത്ത് നോക്കി നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ മനോഹരമായ പേരുകൾ നല്ല വലുതാക്കി എഴുതിയിട്ട് നമ്മുടെ ഡൈനിങ് ഹാളിനകത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം. ഞായറാഴ്ച ദിവസമൊക്കെ ഫോൺ കൊടുത്തിട്ട് പറയണം, ഈ പറയുന്ന ആളുകൾക്ക് ഉമ്മാനെ ഉപ്പനെ ഒരുപാട് സഹായിച്ചതാണ്, ഉപ്പനെ ഗൾഫിൽ കൊണ്ടുപോയി ആൾക്കാക്കെയാണ്, ഒരു കുടുംബത്തെ ഉമ്മ സുഖല കിടക്കുകയാണ്, എന്റെ മോനൊന്ന് വിളിക്കും, എന്റെ മോളൊന്ന് വിളിക്കുന്നു പറഞ്ഞ് അങ്ങനെ ചില ബന്ധങ്ങളെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം.
ചില കടമകൾ പൂർത്തിയാക്കണം, ആശുപത്രികൾ നമ്മൾ സന്ദർശിക്കണം. ഇങ്ങനെ വ്യത്യസ്തമായി മക്കളെ നമ്മൾ കൂടെടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നൊന്നുമില്ല, കാരണം ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുക സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയങ്കരനായ തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ എന്റെ പ്രഭാഷണത്തിന് വലിയ പ്രശസ്തി ഒന്നും എന്നിരുന്നാലും ഒരു കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വേദി വിടാം. നിങ്ങൾ എല്ലാവരോടും എൻ്റെ അപേക്ഷയല്ല, എൻ്റെ ആജ്ഞയുമല്ല, പക്ഷെ ചില ബോധ്യപ്പെടുത്തലാണ്. ഇവിടെ ഇരിക്കുന്ന പേരൻസ് ആണ്, നിങ്ങളോടൊക്കെ ഞാൻ പറയാം, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. ഇതെവിടെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടില്ലത് ഫിലിമോപ്പന്റെ മാത്രം കോട്ടാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. നിങ്ങൾ ജീവിക്കുകയാണ്, നിങ്ങൾ ഉരുകുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുക, ഉരുകുക. അത് കണ്ടിട്ട് വേണം നിങ്ങളുടെ മക്കളെ വളർത്താൻ. അങ്ങനെ നിങ്ങളുടെ മക്കൾ വളർന്നാൽ നിങ്ങളുടെ വാർദ്ധക്യം സമ്പുഷ്ടമാകും, ഒരു സംശയമില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, മക്കളെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉരുകി അവർക്ക് വേണ്ടി ജീവിക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ഉരുകുന്നതൊക്കെ കണ്ട് നിങ്ങളുടെ മക്കൾ വളർന്നാൽ അതേ ഉരുകലും ജീവിക്കലും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. അല്ലെങ്കിൽ സങ്കടങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. കാരണം ഈ കാലഘട്ടം ഒരുപാട് മാറിപ്പോയി, കുറച്ച് സ്പീഡ് കൂടിയൊരു കാലഘട്ടമാണ്. ഈ പറയുന്ന മില്ലേനിയം ജനറേഷനും സെഡ് ജനറേഷനും ഈ പറയുന്ന ആൽഫ ജനറേഷൻ, ബീറ്റ ജനറേഷൻ ഒക്കെ നമ്മുടെ മുൻപിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളാണ്. മനുഷ്യന്റെ ആയുസ് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ട് ഇന്നലെ കണ്ടില്ലേ, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ പറയുന്നുണ്ട് 2025 കഴിയുന്നതോടുകൂടി മനുഷ്യ ആയുസ് 100 വയസ്സിന് മുകളിലേക്ക് എത്താൻ പോവുകയാണ്. അതായത് 10 പേരിൽ 8 പേരും 100 വയസ്സിന് മുകളിൽ ജീവിക്കാൻ പോവാം. ഇനി അവർ തെളിവുകൾ എന്താ പറയുന്നത് ചോദിച്ചാൽ, പണ്ടത്തെ കാലത്ത് നമ്മൾക്ക് ഒരു വസൂരി പിടിപെട്ട നമ്മൾ മരണപ്പെട്ടു പോകും, ജ്വരം പിടിപെട്ട മരണപ്പെട്ടു പോകും, ചെറിയ അസുഖങ്ങളുടെ മനുഷ്യൻ മരണപ്പെട്ടു പോകും. പക്ഷേ ഇപ്പോൾ ലോക ജനത ഏറ്റവും കൂടുതൽ 198 രാജ്യങ്ങളുടെ പ്രപഞ്ചത്തിൽ വത്തിക്കാൻ തുടങ്ങി ഏറ്റവും ലക്ഷ്യം വരെ പരന്നു കിടക്കുന്ന ഈ 198 കൺട്രികളിലുമുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കൊറോണയാണ് ബാധിച്ചത്. ഏകദേശം 33.5 ലക്ഷത്തോളം മനുഷ്യനെ കൊറോണ കൊണ്ടുപോയി, ജീവനോടെ കൊണ്ടുപോയി, അല്ലേ? അപ്പൊ അതിനകത്ത് ഇത്രയും ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡെത്ത് നടന്നിരിക്കുന്നത് ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിലാണ്. അതിൽ കൂടുതൽ നടന്നിട്ടുണ്ട്, വസൂരി പോലുള്ള അതിന് മുമ്പേക്ക് ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യനോട് പറയുന്നത് എന്താ ചോദിച്ചാൽ, ഇനി നമുക്കിപ്പോ കണ്ണിന് വേണ്ടി ആശുപത്രി ഉണ്ട്, ഹാർട്ടിന് ആശുപത്രി ഉണ്ട്, നമ്മുടെ മുട്ടിന് വേണ്ടി സ്പെഷ്യൽ ആശുപത്രി ഉണ്ട്, പ്രസവത്തിന് വേണ്ടി സെപ്പറേറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ ഓരോ ഈ ഓർഗൻസിന് വേണ്ടിയിട്ടും വൈദ്യശാസ്ത്രം ഡെവലപ്മെന്റ് നടത്തിയിട്ടുണ്ട്, അതിനെ റിസർച്ച് ചെയ്യുന്ന അനലിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അവർ അതിന്റെ എക്സ്പേർട്ടുകൾ ഉണ്ട്. അപ്പൊ അവർ ഒരു പാനലാണ്, അങ്ങനെ ഒരു ക്രൂ ആണ് നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യാം. ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശാസ്ത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മനുഷ്യനെ കുറിച്ചുള്ള പഠനങ്ങൾ, ആയുസ് എങ്ങനെ കൂട്ടാവുന്ന പഠനങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള തലമുറകൾ നരയ്ക്കാത്ത തലമുറകൾ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വേദനയില്ലാത്ത കാൽമുട്ടുകൾ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഓരോ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളും ഇങ്ങനെ നമ്മളെ ശക്തി കൂട്ടാൻ പറ്റുന്ന ലോകത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടുകൂടിയുള്ള ടെക്നോളജികൾ കടന്നു വരാൻ പോകുന്നു. 2060 ശേഷം ജനിക്കുന്ന മക്കൾ മുഴുവനും 150 വർഷം വരെ ജീവിക്കുന്ന പറയാം, 150 വർഷം ജീവിക്കുന്ന തലമുറ ഉണ്ടാവുമെന്ന് പറയപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് സത്യം തന്നെയാണ്. ഏകദേശം ഇപ്പൊ നോക്കിയപ്പോൾ നമുക്ക് എന്ത് പ്രശ്നത്തിന് പരിഹാരമുണ്ട് ഇപ്പം, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഓർക്കുക. പക്ഷെ എന്തെല്ലാം പരിഹാരം ഉണ്ടെങ്കിലും 10ൽ 3 പേർ മരിച്ചുകൊണ്ടിരിക്കുന്നു. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റിൽ. നമുക്ക് അവർ പറയുന്നു 10ൽ 3 പേർ മരിക്കുന്നുണ്ട്. എങ്ങനെ? കാർഡിയോ അറസ്റ്റും സൈലന്റ് അറ്റാക്കും ഒക്കെ വന്നിട്ട് മരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഓർക്കണം, നമ്മളിൽ 10ൽ 3 പേർ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ കാരണം? എന്താ? നമ്മുടെ ക്രോണിക്കൽ ഏജും നമ്മുടെ ബയോളജിക്കൽ ഏജും തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു ഇതല്ലേ, നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം വരുന്നുണ്ട് പലപ്പോഴും. നിങ്ങൾ ഓരോരുത്തർ നോക്കി നോക്കിയേ, നമ്മുടെ ഷാരൂഖ് ഖാൻ അതുപോലെ മമ്മൂട്ടിയുടെ ഈ ബയോളജിക്കൽ ഏജ് എത്രയാണെന്ന് അറിയാമോ? 51 വയസ്സാണ്. അദ്ദേഹത്തിന് 72 വയസ്സായി മമ്മൂക്കയ്ക്ക്. പക്ഷേ അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഏജ് 50-ന് നിൽക്കുന്നത്. അദ്ദേഹം 50 വയസ്സുകാരന്റെ ഹൃദയവും പാൻക്രിയാസും ഇന്റേണൽ ഓർഗൻസ് ഒക്കെ അതേപോലെ ബലമുണ്ട് എന്ന് പറയപ്പെടുകയാണ്. ഷാരൂഖ് ഖാന്റെ ഒക്കെ ഇങ്ങനെ പറയപ്പെടുക. അപ്പം നമ്മൾ വിളിക്കുന്ന ഓരോരുത്തരും നമ്മുടെ പാസ്പോർട്ടിലും ആധാറുമുള്ള വയസ്സായിരിക്കും നമ്മുടെ വയസ്സ്, അല്ലേ? നമ്മൾ വയസ്സ്, അത് എന്റെ വയസ്സും നിങ്ങളുടെ വയസ്സൊക്കെ അങ്ങനെ ആധാർ പാസ്പോർട്ട് കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ ബയോളജിക്കൽ ഏജ് നോക്കിക്കഴിഞ്ഞാൽ വലിയ ദുരന്തമുണ്ടോ അതിനകത്ത്? കാര്യം എന്താ? നമ്മുടെ ഈ ആഗ്രഹമൊക്കെ പണി മുടക്കിയിട്ട് നിൽക്കുകയായിരിക്കും. നമ്മുടെ ബ്രെയിനൊക്കെ ഇങ്ങോട്ട് വല്ലാതെ സ്ട്രെസ് കൊടുത്തിട്ട് ഫംഗ്ഷനിങ് നടത്തുന്ന നമ്മുടെ ബ്രെയിനൊക്കെ വല്ലാത്തൊരവസ്ഥയിലാവും. നമ്മുടെ ഹാർട്ട് വർക്കൗട്ട് ചെയ്ത് വല്ലാത്ത അവസ്ഥയിലാവും. പഞ്ചസാര കൂടുതൽ കഴിച്ച് പാൻക്രിയാസും നമ്മുടെ പിറ്റുട്ടറിയൊക്കെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അതൊക്കെ സെൽഫായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് 49, 50 ആൾക്കാർ മരിച്ചു പോകും. തും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താ? നമ്മൾ വയസ്സ് നോക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു തെങ്ങ് നോക്കിയാൽ തെങ്ങുമ്പോ എന്തായാലും പറയാം, തെങ്ങുമ്പോ കയറി 40 തെങ്ങുമ്പോ കയറി ആളാണ്.
കള്ളുകൂടിയില്ല വീഡിയോയില്ല നോക്കിയാൽ മരിച്ചുപോയി. അതെന്താ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ചർച്ചയിൽ ഞാൻ നിങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ബയോളജിക്കൽ ഏജ് നമ്മുടെ ഏജിനോട് നമ്മൾ ആക്ട് ചെയ്യിപ്പിക്കുക. നമ്മുടെ വയസ്സ് 40 ആണെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ഏജും 40ലേക്ക് കൊണ്ടുവരണം. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ എങ്ങനെയാണ് ഇന്റേണൽ ഓർഗൻസ്, അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. ചെറിയ ടെസ്റ്റുകളൊക്കെ മെഡിക്കൽ കോളേജ് കോഴിക്കോട്ടുണ്ട്. വേറെ എവിടെയും പോകുമൊന്നും വേണ്ട, അത് നോക്കണമെന്നോട് അഭ്യർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി വസ്തു ഏതാന്ന് ചോദിച്ചാൽ അത് മൊബൈൽ ഫോൺ എന്നാണ്. ഒരു കുട്ടി എന്നോട് ഞാൻ പറയാം, കസാഖിസ്ഥാനിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടി പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ലഹരി വസ്തു ഏതാന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത്. ഇത് ഒരിക്കലുമല്ല. ഞാനൊരു മാസം 1,40,000 രൂപ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പോലീസുകാരനെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മോണിറ്റേഷൻ പൈസ എന്ന് പറഞ്ഞാൽ 1,40,000 രൂപയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ചെറിയ സാധനമാണ്. ഞാൻ ഇതിനകത്താണ് വിസയും ടിക്കറ്റ് ഒക്കെ ഞാൻ ഇതിനകത്താണ് എമിഗ്രേഷൻ ഞാൻ കാണിച്ചു കൊടുത്തത്. ചെറിയ സംഭവമാണോ ഇത്? ചെറിയ സംഭവമൊന്നുമല്ല. പക്ഷെ പലപ്പോഴും നമ്മളിത് മക്കളെ പറഞ്ഞ് നമ്മൾ വഴിമാറ്റി വിടുക. കുട്ടികളെ നല്ല വീഡിയോ ഞാൻ പ്രേരിപ്പിച്ച് നോക്കിക്കേ. ഇതുകൊണ്ട് നല്ല പ്രഭാഷണങ്ങളും നല്ല പ്രബന്ധങ്ങളും ഇതിലൂടെ നമ്മുടെ മക്കൾക്ക് അവതരിപ്പിക്കാൻ പറ്റും. അവിടെ പത്തനംതിട്ടയിൽ ഒരു കുട്ടി ഷിബു എന്ന് പറയുന്ന ഒരു കുട്ടി, അവനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ. ആ പോസ്റ്റ് എന്ന് പറയുമ്പോൾ, ഗൈസ് പ്രിയപ്പെട്ടവരെ, എന്റെ അമ്മ ചോറ് പൊതിയണ കണ്ടോ? എന്റെ പപ്പ പത്തനംതിട്ട ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവറാണ്. ഇന്നലെ എന്റെ പപ്പ ചോറ് കൊണ്ടുപോയപ്പോൾ ഒരാൾ കൈ നീട്ടിയപ്പോൾ എന്റെ പപ്പ ഭക്ഷണം കഴിക്കാത്ത ഭക്ഷണം കൊടുത്തു. ഇന്ന് എന്റെ പപ്പ 2 ദിവസം മുമ്പ് പറയുകയാണ്, എടി 2 മണി ചോറ് എപ്പോഴും കരുതണം. അങ്ങനെ ഞങ്ങളെ പപ്പയ്ക്ക് ഓട്ടമില്ല. ഞങ്ങൾ 4 പേരാ വീട്ടില്. എന്റെ പപ്പയും അമ്മയത് കാണാതെ ഞാൻ പറയാ കേട്ടോ, നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ഗാലക്സി ആർട്ട് സ്പോർട്സിൽ ഏട്ടന്മാരുണ്ട്, അവിടെ ചോറ് കൊണ്ടു തന്നാൽ ഞാൻ എന്റെ പപ്പയോട് പറയാം. പപ്പ രാവിലെ ടാക്സി സ്റ്റാൻഡിന് മുമ്പ് കൊണ്ടുപോകും. ഇവന് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു 2017 കൊറോണയ്ക്ക്. അതിന്റെ ഇതിനകത്ത് ഇപ്പം പത്തനംതിട്ട ജില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 600 പേർക്ക് അവന്റെ ആ വീഡിയോ കൊണ്ട് അവൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. 600 പേർക്ക് ഒരു നോക്ക്. അപ്പൊ അതേപോലെ നിലമ്പൂർ മാനവ സ്കൂളിൽ ഞാൻ ക്ലാസ് എടുത്താൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിലമ്പൂർ മാനവ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ഈ ഹാൻഡ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഹാൻഡ്സിനെ കുറിച്ച് അപ്പൊ ഞാനൊരു മൈൻഡ് ട്യൂട്ടർ ആയതുകൊണ്ട് എപ്പോഴും ഞാൻ ഈ കുട്ടികൾക്ക് സംസാരിച്ചാൽ അവർക്ക് ഉപദേശമൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ മാങ്ങ എപ്പോഴും കൊണ്ടുവരണം. മാങ്ങ, പച്ച മാങ്ങ. ഞാൻ മാങ്ങ ഇടിച്ച് പൊട്ടിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പ് പൊടിയൊക്കെ കരുതിയിരുന്നു. മഹേഷിന്റെ കയ്യിലുണ്ട്. മുളക് പൊടി എടുത്ത് മാങ്ങയൊക്കെ ഉപ്പ് ഇട്ടിട്ട് ഞാൻ തിരുമിയിട്ട് ഇങ്ങോട്ട് ഞെക്കിയിട്ട് അവൻ നീര് അങ്ങോട്ട് കയ്യിലോട്ടെടുത്തു. ആ മാങ്ങന്റെ നീര് എന്നിട്ട് ഇതാക്കി ഇങ്ങനെ. അപ്പൊ കുറെ എണ്ണിട്ട് വെള്ളം ഇറക്കാൻ തുടങ്ങി. ഇങ്ങനെ ഉച്ച സമയമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടുന്നാണ് ഉമ്മനീര് എവിടെ വന്നത് ഈ വായിക്കുന്നത്? ഈ രുചികുമളകൾ 3 ഇഞ്ച് നീളമുള്ളൂ, സമൃദ്ധമായിട്ട് ഉമ്മനീർ ഗന്ധികളുണ്ട്. ഈ സ്ഥലത്താണ് ഈ പറയുന്ന ആൻസും കൂളും ഇങ്ങനെ തിരുമിയിട്ട് ഇങ്ങനെ ഈ ഉമ്മനീർ വരുന്ന സ്ഥലത്താണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, സാർ ഏറ്റവും ആൻസും കൂളും ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ, അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ടൊന്ന് ആ ഏരിയ ഒന്ന് കവർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഈ വെക്കുന്ന സാധനം എന്താ? ആ സാധനം അവരോട് പേടിപ്പിച്ചിട്ട് കാര്യം. അവരോട് പറയണം, നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ അവിടുന്ന് തന്നെ മൊബൈൽ ഫോൺ ഓൺ ആക്കി പ്രൊജക്ടറിൽ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യും. അതിനകത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും WW നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി ഔദ്യോഗിക സൈറ്റിനകത്ത് ഹാൻഡ്സ് എന്ന് പറയുന്ന ഈ കോട്ടക്കൽ അങ്ങാടിയിൽ കിട്ടുന്ന 9 ഗ്രാം തൂക്കമുള്ള ആ പാൽ മസാലയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന പോളിപർപ്പിലും പാരാനിട്രിനോളും ഈ പറയുന്ന ഗ്ലാസ് പൗഡർ കുപ്പിച്ചിലും ഉണ്ട്. അപ്പൊ ഈ സാധനമാണ് കയ്യിലിട്ടിട്ട് ചുരുട്ടിയിട്ട് ഈ ചുണ്ടടിയിൽ വെക്കുന്നത്. ഈ ചുണ്ടിന്റെ അടിയിൽ വെക്കുമ്പോൾ ഇത് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ മുഖത്ത് ഇത് ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാര്യം എന്താ? ഈ സാധനം വെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ധാരാളം ഉമ്മീന്ദ്ര ഗന്ധികളുള്ള ധാരാളം രുചി കുമ്പളുള്ള സ്ഥലമാണ്. അവിടെ തന്നെ ഈ ഗുളിക കഴിക്കുമ്പോൾ നമുക്കറിയാം, ഗുളിക കഴിക്കുമ്പോൾ നമ്മൾ നാവിന്റെ ഇവിടെ വെച്ചാൽ കഴിക്കും. നമ്മൾ ഗുളിക നാവിന്റെ അകത്തേക്ക് വെക്കുക. കാര്യം എന്താ? ഈ 3 ഇഞ്ച് കഴിക്കുമ്പോൾ രുചിയില്ല. നമ്മൾ തേനൊക്കെ കഴിക്കുമ്പോൾ നമുക്കറിയാം, തേനൊക്കെ നാവിന്റെ തുമ്പത്തെ കുട്ടിലിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ രുചി കുമ്പളുള്ള ഏറ്റവും സെൻസിറ്റീവ് ആയ ഏരിയയിലാണ് ഈ പറയുന്ന ഹാൻഡ്സും കൂളും. നോക്കണം, 10 ചെറുപ്പക്കാരനകത്ത് 3 പേർ ഈ ഹാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വെക്കണേ. അപ്പൊ ഈ സാധനം നമുക്ക് ഉണ്ടാക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം ഈ ഒരു സംഭവത്തെ കുറിച്ച് ആ ചർച്ച ഞാൻ പറഞ്ഞു. ഞാൻ ക്ലാസ് എടുത്ത് ഞാൻ പോന്നു. ഞാനും മഹേഷ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ഫിലിപ്പ് സാറേ ഒന്ന് ഞങ്ങളുടെ സ്കൂളിൽ വരണം, വലിയൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അതാണ് ശ്രദ്ധിക്കണം, എല്ലാ മാതാവും ശ്രദ്ധിച്ചോണേ. സ്കൂളിൽ വരാൻ പറയാൻ ഞാനും മഹേഷ് സ്കൂളിൽ എത്തിയപ്പോൾ ഒരു 200 കുട്ടികൾ ഒരു ഹാളിനകത്ത് ഇരിക്കുമ്പോൾ PTA പ്രസിഡന്റ് ഞാനുണ്ട്, ഈ മഹേഷ് ഉണ്ട്, തൊട്ടപ്പുറത്ത് ഒരു വലിയ മനുഷ്യനുണ്ട്, തലയിനകത്ത് ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പൊ ടീച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യമൊന്നുമില്ല, ഞങ്ങൾ ക്ലാസ് എടുത്ത് പോയപ്പോൾ ഒരു കുട്ടി വീട്ടിൽ പോയിട്ട് കത്തെഴുതി, പ്രിയപ്പെട്ട ഇക്ക, എന്റെ പേര് അൻഷിത സി, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂരിൽ 10 C ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഇന്ന് എന്റെ സ്കൂളിൽ വന്ന് ഫിലിപ്പ് സാറും മഹേഷ് സാറും വന്ന് ലഹരിക്കെതിരെ ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലായത്, നിങ്ങളുടെ കടയിൽ വിൽക്കുന്നത് ക്യാൻസർ പൊതികളാണ്, അത് ഹാൻഡ്സ് അല്ല. ഇപ്പോൾ സമയം രാത്രി 12:15, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്റെ കത്തെപ്പോഴാണ് നിങ്ങൾ വായിച്ചു തരുന്നത്, അപ്പോൾ നിങ്ങളുടെ കടയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സകല ക്യാൻസർ പൊതികൾ നിങ്ങളുടെ എടുത്ത് ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. സ്നേഹവും അൻഷിദാസി, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ എന്ന് എഴുതിയിട്ട് ഈ കുഞ്ഞ് കിടന്നു പറയണേ. നേരം വെളുത്തിട്ട് അവള് വീണ്ടും അവൾ പറഞ്ഞു, ഉറങ്ങിയിട്ടില്ല അങ്കിളെ ഞാനെന്നാ പറഞ്ഞു. നേരം വെളുത്ത് വീണ്ടും അവള് പേന എടുത്ത് വീണ്ടും എഴുതി എന്റെ അടിയിൽ 3 വരി, പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ,
ഭാവിയിൽ അവരെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് ഉപ്പ എന്ന സ്ഥാനത്ത് നിന്ന് അന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ ഒന്ന് ചിന്തിക്കുമല്ലോ. ആ കത്താണ് സ്കൂളിൽ പോയ സമയത്ത് എന്നാന്ന് പറഞ്ഞു കൊടുത്തു. ആ കത്ത് വാങ്ങി ഈ മനുഷ്യൻ വെച്ച് വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരും. മനുഷ്യൻ വരുമ്പോൾ കട അടഞ്ഞു കിടക്കുന്ന ഉമ്മയുടെ കാര്യം പറഞ്ഞു. ഉമ്മ പറഞ്ഞു നല്ല കാര്യമാണ് പൊന്നമോള് ചെയ്തെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും സ്കൂളിൽ പോയപ്പോൾ കട തുറന്നിട്ടില്ല. രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ടീച്ചറെടുത്ത് കത്തുമായിട്ട് ഈ മനുഷ്യൻ പോയിട്ട് പറഞ്ഞു, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണുന്നു, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം പൊന്നുമോളെ, എനിക്ക് ആ ഫിലിപ്പ് സാറിനെ മകേഷ് സാറിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നാലാമത്തെ ദിവസം ഞാനും മകേഷും ആ ചടങ്ങിൽ പങ്കെടുത്തു. ഈ മനുഷ്യൻ ഇങ്ങനെ തലയെ താത്തിരുന്നിട്ട് മറുപടി ഈ മനുഷ്യൻ പറഞ്ഞെന്താ അറിയോ? 19 വർഷം റിയാദിന്റെ മണ്ണിൽ ജോലി ചെയ്തിട്ടുണ്ട് സാറേ, ഞാൻ 12 എനിക്ക് വാടക കോട്ടേഴ്സ് ഉണ്ട് സാറേ, അവിടെയൊക്കെ ബംഗാളിമാരെ താമസിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് സാറേ ഈ പലചരക്ക് സാധനം കൊടുക്കുമ്പോൾ ഈ ആൻസ് കൊടുത്തില്ലെങ്കിൽ ബംഗാളിമാരുടെ പേടിയെന്ന് പലചരക്ക് സാധനം വാങ്ങൂല. അങ്ങനെ ഓർക്ക് വേണ്ടി ഞാൻ കൊണ്ടുവച്ചാൽ സാറേ, അങ്ങനെ കുട്ടികൾ വാങ്ങിയിട്ടുണ്ടോ പറയുമ്പോൾ ഇനി 5 പ്രാവശ്യം നിലമ്പൂർ പോലീസിന്റെ കോട്ട് പാറ്റ് പറയാൻ പിടിച്ചിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് നിർത്താൻ പറ്റിയിട്ടില്ല സാറിന്റെ കച്ചവടം. അത്യാവശ്യം ലാഭമുണ്ട് സാറേ, സത്യം ലാഭമുണ്ട്. പക്ഷേ ഇന്റെ കണ്ണു തറപ്പിച്ചു സാറേ ഈ മോളത്. നമുക്കൊരു 14 വയസ്സുകാരി ഉറങ്ങാതെ പേനയും പേപ്പറും എടുത്ത് പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാര്യയെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരെ തിരിച്ചറിയുമ്പോൾ ഉപ്പ എന്ന സ്ഥാനത്ത് നോട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമല്ലോ. ഈ ചോദ്യം ചോദിച്ചു, ആ ചോദ്യം ആ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി. അങ്ങനെ എത്രയോ അൻഷതമാർക്ക് ജന്മം കൊടുത്ത ഈ എടരിക്കോടിന്റെ മഹാമഹന സംഗമത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എത്രയോ അൻഷതമാരുണ്ട്. അങ്ങനെ നമ്മുടെ മക്കളെ ഒരുക്കണം. ലഹരി എന്ന് പറയുന്ന മഹാദുരിതത്തിനെതിരെ സായുധ വിപ്ലവത്തിൽ മക്കളെ അണിയേർക്കുന്നിടത്താണ് ഒരു വിശ്വാസം, ഒരു മുസൽമാൻ എന്ന രീതിയിൽ ഒരു മനുഷ്യൻ യഥാർത്ഥമായ സ്വജീവിതത്തിലേക്ക് അവന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുക. നമുക്കറിയാം ഒരുപാട് പേര് നമ്മൾ ഉത്തരവാദിത്തം ചെയ്യുന്നതില്ല. പലരും പറയും അത് പോലീസാണ്, എക്സൈസ് വരട്ടെ, അവർ കൊണ്ടുപോട്ടെ ഇവർ കൊണ്ടുപോട്ടെ എന്ന്. എത്രയോ കാസർഗോഡ് മുതൽ ഒരുപാട് മഹലുകൾ ഞാൻ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഭീമാപ്പള്ളി അടക്കം കാസർഗോഡ് പടന്നക്കാവ് മഹൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ മകനെടുത്ത തീരുമാനമുണ്ട്. അവിടെ ലഹരി വസ്തു വിൽക്കുന്നവർക്ക് ആദ്യം കൗൺസിലിംഗ്, പിന്നെ വിൽക്കാൻ പാടുന്ന നോട്ടീസ്, പിന്നെ വീണ്ടും ഒരു റീകൗൺസിലിംഗ്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കേൾക്കാതെ അവസാനം 19 പേരുടെ ആ മകനിന്റെ പ്രാഥമിക അംഗത്വം മകനെടുത്ത് ഒഴിവാക്കി. ഇനി ഒരു മയ്യത്ത് നമസ്കാരം വിവാഹം ഒന്നും നടത്തി കൊടുക്കില്ലെന്ന് പറഞ്ഞു. അതൊരു വലിയ മാറ്റൊലിയായിരുന്നു. ആ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു. ഞാൻ മകേഷും പങ്കെടുത്ത ചടങ്ങായിരുന്നത്. പക്ഷേ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചോളെ, ലഹരി എന്ന് പറയുന്ന മഹാദുരിതത്തിനെതിരെ പോലീസ് ഒരു കൂട്ടേട്ടം നടത്തിയാലോ, നമ്മളൊരു മനുഷ്യചങ്ങല നടത്തിയാലോ, ഒപ്പിശകലം നടത്തിയാലോ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം കേരളത്തിന് മണ്ണിൽ തുടച്ചു നിൽക്കാൻ പറ്റുമോ? നെവർ. വിശ്വസിക്കണ്ട. കാര്യം എന്താ? ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനകത്ത് വലിയ പ്രശ്നമുണ്ട്. എന്താ അറിയാമോ? ചായ കുടിക്കാത്തവർ പേരുണ്ട്. ചായ കുടിക്കാത്തവർ കൈ പൊക്കിക്കുക. ചായ കുടിക്കാത്തവര് ഹൗ മെനി പീപ്പിൾ ദർ ആർ സിറ്റിംഗ് ഹിയർ? പ്ലീസ് കൈ പൊക്കി. എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കൈ തട്ടുക. ഈ ബാക്കി ചായ എല്ലാം ചായ കുടിക്കുന്നവരാണ്. ഈ ചായയുടെ ലെവൽ ഓഫ് അഡിക്ഷൻ, ബ്രെയിനെ ചായ സ്വാധീനിക്കുന്നത് ഒരു സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിംഗ് ആണ് അല്ലെ? സ്റ്റിമുലേഷൻ. അത് കഫീനാണ്. കഫീൻ 10% ഉള്ളൂ കേട്ടോ. 10%. ഇത് എന്റെ വാക്കല്ല കേട്ടോ, നോക്കണം. ഈ ആന്റി ഡ്രഗ് കോൺക്ലേവ് ഡൽഹിയിൽ പങ്കെടുത്ത സെമിനാറിൽ ഞാനും മകേഷും പങ്കെടുത്ത നാഷണൽ ഡ്രഗ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാനും മകേഷും. അതിനകത്ത് ഡോക്ടർ ദീപ ചോപ്രയുടെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പറയുന്നുണ്ട്, പ്രഭാഷണം പറയുകയാണ്, 10% ചായയുടെ അഡിക്ഷൻ. തൊട്ടടുത്ത് സിഗരറ്റ് 200%. The level of addiction 200. ബ്രെയിൻ നിക്കോട്ടിൻ ബ്രെയിനെ സ്വാധീനിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ആൽക്കഹോൾ 800 to 1500 ബ്രെയിനെ സ്വാധീനിക്കുന്നു. തൊട്ടടുത്ത് ഹാൻഡ്സ്, കൂൾ, സ്റ്റിക്കർ ആൻഡ് കഞ്ചാവ് 2000 to 3000, 2000 മുതൽ 3000 വരെ ബ്രെയിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കണം. ഏതാണ്? ഈ പറയുന്ന 3,4 മെത്തിലിൻ ഡയോക്സി, മെത്താംഫെറ്റമിൻ, എക്ടസി, മാൻഡി, മോളി, ഈ ബ്രൗൺ ഷുഗർ, കൊക്കൈൻ, ആഷിഡ് പോലുള്ള 17 തരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് മനുഷ്യ ബ്രെയിനെ സ്വാധീനിക്കുന്നത് 3000 to 6000 ആണ്. 3000 to 6000. അപ്പൊ 6000 വരെ ബ്രെയിനെ സ്വാധീനിക്കുന്നുണ്ട്. ചായ സ്വാധീനിക്കുന്നത് 10%. 10% ചായ ഒരു മലയാളിയായ നമുക്ക് നിർത്താൻ പറ്റില്ല. ഞാനിപ്പോ രാവിലെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് 2 ചായ കുടിച്ചു, ഇവിടെ വന്ന് 1 ചായ 3 ചായ കുടിച്ചു. എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. 10% ചായയുടെ അഡിക്ഷൻ. പിന്നെ എങ്ങനെയാണ് 35 വർഷം സിഗരറ്റ് വലിച്ചത്? ഉപ്പയുടെ സിഗരറ്റ് വലി നിങ്ങൾ കരഞ്ഞാലും പ്രാർത്ഥിച്ചാലും നിങ്ങൾ ഉപദേശിച്ചാൽ നിർത്തുവോ? നിർത്തൂല. എങ്ങനെയാണ് ഒരു മദ്യപാനം നിർത്തുക? ശബരിമലയ്ക്ക് മാല ഇട്ട് കഴിഞ്ഞാൽ ഇല്ലേ 40 ദിവസം വ്രതം എടുത്തൊരു പാർട്ടിക്കൊക്കെ ചെയ്യും. മാക്സിമം ആയി കഴിഞ്ഞാൽ റമദാൻ മാസത്തിനകത്ത് നോമ്പെടുത്ത് ആരും കാണാതൊക്കെ പമ്മിയിരിക്കും. വൈകുന്നേരം പോയിട്ട് വീണ്ടും മദ്യപിക്കുന്നവർ. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ശബരിമലയ്ക്ക് അല്ലെങ്കിൽ പറയുന്ന വേളാങ്കണിക്ക് പോകുമ്പോൾ 40 ദിവസം വ്രതമെടുക്കും. വേളാങ്കണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാ? ജൂലിയസ് സീസറാണ്. ഒരു ഹൈന്ദവരാണെങ്കിൽ ശബരിമലയ്ക്ക് മാലയിട്ട 40 ദിവസം വ്രതമെടുക്കും, ശരണം വിളിക്കും. 40 ദിവസം കഴിഞ്ഞ് ശബരിമല പോയി തിരിച്ചു പോകുന്ന അയ്യപ്പനും ഘോഷിയാവും. പിന്നെ കാര്യം എന്താ? ദ ലെവൽ ഓഫ് അഡിക്ഷൻ 800 to 1500. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഉപദേശം കൊണ്ട് കാര്യമില്ല. കാരണം സ്നേഹവും പരിചരണവും ചേർത്ത് പിടിക്കലും കരുതലും കുത്തുവാക്കുകളും ഇല്ലാതെ ഒന്ന് മാറിക്കൂടെ?
ഇന്ന് വേണ്ട, ഒരു മാസം സമയമുണ്ടല്ലോ ബർത്ത്ഡേക്ക്. ഒരു ഭാര്യ പറയാണ്, ഇക്ക നമുക്കൊരു 15 ദിവസം നമ്മുടെ ബർത്ത്ഡേ ഇത് വരാൻ വെഡിങ് ആനിവേഴ്സറി വരികയല്ലേ, അന്നേക്ക് ഇങ്ങനെ ദുഷ്യയിലൊക്കെ മാറ്റാൻ പറ്റും. അതുവരെ എന്റെ ഒക്കെ ഉപയോഗിച്ചോളൂ, ഞാൻ കുറ്റമൊന്നും പറയില്ല. എന്റെ ഒക്കെ പാവമാണ്. ഈ ഒരു വാക്ക് കൊടുത്ത് നോക്കിക്കേ, ആ 15 ദിവസം കലണ്ടറിൽ ഒന്ന് മാർക്ക് നോക്കി. 15 ദിവസത്തേക്ക് മനസ്സൊരുങ്ങും, ശരീരം ഒരുങ്ങും, കുറച്ച് സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ ഒരു DL സെന്റർക്ക് ആവശ്യമില്ല. ഞാൻ നിങ്ങളൊക്കെ പറയാം, ഒരു ഏജൻസി പ്രൈവറ്റ് റിയാലിറ്റി സെന്ററിൽ ഒന്നും നിങ്ങൾ പോകരുതെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ സംശയം എന്നോട് ചോദിച്ചോളൂ. നല്ല പ്രസാദ് ഡോക്ടർ ഉണ്ട്, എന്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അയാൾ സൈക്കാട്രിക്കാണ്. എഡിഷനെ കുറിച്ച് അവിടെ വീടിന്റെ അടുത്ത് ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സിഗരറ്റ് വലിക്കുന്നവർ, ഹാൻഡ്സ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഫിലിപ്പമ്പാട് നിങ്ങൾ വിളിച്ചോളൂ. എന്നോട് ഇല്ലെങ്കിൽ എന്റെ വീട് മമ്പാടാണ്, ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. ഒരു സാമ്പത്തിക ചെലവ് നിങ്ങൾക്ക് വേണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. 1 മണിക്കൂർ എനിക്ക് അവസരം തന്നാൽ മതി. ഇവിടെ നിൽക്കുന്നവരെ ഒന്നും മദ്യപിക്കുന്നവരെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഈ ക്ലാസ് കേൾക്കേണ്ട കാര്യം ഇവിടെ ഇല്ല, എനിക്കറിയാം. പക്ഷെ നമ്മുടെ അയൽപക്കം അല്ലെ, നമ്മുടെ ബന്ധം, സ്വന്തം ഉറ്റവർ ഉടയവരിലേക്ക് ചില തിരുത്തലുകൾ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇല്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. കാരണം ലഹരി എന്ന് പറയുന്ന ദുരന്തം കാലാകാലങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന, പക്ഷേ ഇതുവരെയും ഇവിടെ ഉണർന്നിട്ടൊന്നുമില്ല. പക്ഷേ 26 അമ്മമാരെ 3 വർഷത്തിനുള്ളിൽ ഈ സാക്ഷരീകരണം കുരുതി കൊടുത്തു. 76 അച്ഛന്മാരെ കൊന്നുകളഞ്ഞ മക്കള് ലഹരി ഉപയോഗിച്ചുകൊണ്ട്. ഏറ്റവും ഒടുവിൽ തൂത്തുക്കുടിയിൽ കഴിഞ്ഞ മാസം കൊന്നു. നമ്മള് ഈ മരണങ്ങൾ ഇങ്ങനെ നടന്നപ്പോ നമുക്ക് മലയാളികൾക്ക് ഇങ്ങനെയാണല്ലോ അല്ലെ വാർത്തകൾ. ഇപ്പൊ കർണാടകയിലെ ഒഷൂരിൽ ലോറി കാണാതെ പോയപ്പോ മനാഫ് ലോറിയുടെയായിരുന്നു, അർജുൻ സഹോദരനായിരുന്നു, അർജുനെ കിട്ടുമോന്നായിരുന്നു നമ്മുടെയൊക്കെ സ്വീകരണ മുറിയിലെ വാർത്ത നിറഞ്ഞു നിന്നത്. അവസാനം ലോറിയുടെ മനാഫായിരുന്നു. ആ വാർത്ത പെട്ടെന്ന് മാറ്റി ചൂരൽമലയിൽ വാർത്തയെത്തി. അവിടുന്ന് പിന്നെ എത്ര അപകടങ്ങൾ, എത്ര ശരീരങ്ങൾ, വേലിപ്പാലങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ, സ്നേഹങ്ങൾ, പിന്നെ വിവാദങ്ങൾ, ബൈക്കുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പേര് കുത്തിരിപ്പിണ്ടാക്കാൻ ശ്രമം നടത്തി. ഒടുവിൽ മലപ്പുറം ജില്ല രാഷ്ട്രീയങ്ങൾ, സംവിധാനങ്ങൾ, പോലീസ് എല്ലാം കടന്നു വന്നു. എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒറ്റ വാക്കുകൂടെ കൂട്ടിച്ചേർക്കാം. ഈ വാർത്തയ്ക്കകത്തൊക്കെ അമ്മമാരെ ഒന്നും കണക്കിൽപ്പെട്ടിട്ടില്ല. പക്ഷേ താമരശ്ശേരിയിൽ ഒരു അമ്മ മരിച്ചു. അത് നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ചു. ആ മകൻ പറഞ്ഞു, എന്നെപ്പോലെ മകന് ജന്മം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഉമ്മനെ കൊന്നതെന്ന്. 7 ദിവസം കഴിഞ്ഞപ്പോൾ തലസ്ഥാന നഗരം വെഞ്ഞാറമൂട്ടിൽ 16 മണിക്കൂറുകളിൽ ഒരു മകൻ എത്ര പേരെ കൊന്നുതള്ളിയത്. അവസാനം കൊന്നത് അമ്മയാണ്. ചുറ്റിക്കൊണ്ടൊരു കൽപ്പണിക്കാരൻ എങ്ങനെയാ കല്ലിനോട് വരുന്നത്, അങ്ങനെ 6 അടി അടിച്ച തല പൊട്ടിച്ചു കളഞ്ഞു. അവസാനം ആ അമ്മ 14 ദിവസം വെന്റിലേറ്റർ ജീവിച്ചു. പോലീസ് ചോദിച്ചു, ആര്, എപ്പോൾ, എങ്ങനെ, എവിടെ, എല്ലാത്തിനും ഉത്തരവുണ്ട്. പക്ഷേ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഞാൻ കട്ടിൽ നിലത്ത് വീണതെന്ന് പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ. വീണ്ടും റീസ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ പറഞ്ഞു, എൻ്റെ കുട്ടി ചെയ്തതല്ല, ഞാൻ കട്ടിൽ നിലത്ത് വീണതാണ്. 6 അടി അടിച്ച് 49 പൊട്ടലുകൾ പൊട്ടിച്ച് അടുക്കളയിൽ പോയി ഗ്യാസ് തുറന്നു വിട്ടിട്ട് ഒരുവൾ ഈ മണ്ണിൽ മരണപ്പെട്ടു എന്ന് വിധി എഴുതിയവൾ പതുക്കെ പതുക്കെ കണ്ണു തുറന്ന് ലോകത്തോട് പറയുകയാണ്, എൻ്റെ കുട്ടി ചെയ്തതല്ല, ഞാൻ കട്ടിൽ നിലത്ത് വീണതാണ്. അവളുടെ പേര് ഉമ്മ എന്നാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഈ ലോകം മാറിപ്പോയപ്പോഴാണ് എല്ലാ മഹലുകളും, എല്ലാ ക്രൈസ്തവ ആരാധനകളും, എല്ലാ ക്ഷേത്രങ്ങളും, യുവജന പ്രസ്ഥാനങ്ങളും, എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും, എല്ലാ അധ്യാപക സംഘടനകളും, പോലീസും എക്സൈസും ഒക്കെ ഉണർന്നു ലഹരിക്കെതിരെ ഓട്ടയോട്ടങ്ങൾ, വഴിനടത്തങ്ങൾ, മാർച്ചുകൾ, സെമിനാറുകൾ, കോൺകൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ലതിനാണ്. എന്നിരുന്നാലും ഓർക്കുക, നമുക്കൊക്കെ ഇവിടേക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. എടരിക്കോട് മഹല് സംഘത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഫിലിപ്പമ്പാടിന്റെ സ്നേഹവായ്പ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടി മഹേഷിനെ കൂടി ഓർക്കുക. ഞാൻ കുറച്ച് നീട്ടി പരത്തി സംസാരിച്ചു, കാരണം തങ്ങളിരിക്കുന്ന വേദിയിൽ സംസാരിക്കാൻ പാടില്ലെന്നറിയുന്നാലും എന്നോട് സദയം ക്ഷമിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നും ഞാൻ ഉണ്ടാവട്ടെ എന്നുകൂടെ ഓർക്കുകയാണ്. പിന്നെ സോഷ്യൽ മീഡിയ പേജ്, ഫിലിപ്പമ്പാടിന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. കാരണം കഴിഞ്ഞ മാസം 1,70,000 രൂപ എനിക്ക് കിട്ടിയത്. ഇനി അതിൽ കുറച്ചുകൂടെ കൂടാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹമൊന്നുമല്ല, 2027-28 മലപ്പുറം ജില്ലയിൽ തീർത്തും സൗജന്യമായിട്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡി അഡിഷൻ ഹോസ്പിറ്റൽ എൻ്റെ അമ്മയുടെ പേരിൽ ഉണ്ടാക്കാനുള്ള വലിയ ആഗ്രഹമാണ്. അതിന്റെ ഓട്ടത്തിലാണ്. ആരുടെ ഒരു പണവും ഒരു സംഭാവന സ്വീകരിക്കാതെ സ്വന്തമായി നിർമ്മിക്കാനുള്ള ആഗ്രഹമാണ്. നിങ്ങളുടെ സഹകരണം മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും എടരിക്കോട് മകര സംഭവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഫിലിപ്പമ്പാട് യാത്രയാവുകയാണ് പ്രാർത്ഥനയും എന്ന് ഓർക്കുക. താങ്ക് യു.